കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടത് അതിക്രൂരമായ റാഗിംഗ് ആണ്. വിദ്യാർത്ഥിയുടെ കാലും കൈയും കെട്ടിയിട്ട് ശരീരം കുത്തിക്കീറി ക്രിമിനലുകൾ ആനന്ദിക്കുന്ന ദൃശ്യം പുറത്തായി. വേദനയിൽ പൊളഞ്ഞ വിദ്യാർത്ഥിയുടെ വായിലേക്ക് ലോഷൻ ഒഴിച്ചു കൊടുക്കുന്നതും കാണാം. ജനനേന്ദ്രിയത്തിൽ ഡംബല്ലുകൾ അടുക്കി വെക്കുന്നതാണ് മറ്റൊരു ക്രൂരത. KGSNAയുടെ ഭാരവാഹി ഉൾപ്പെടെ 5 ക്രിമിനലുകളാണ് റിമാൻഡിലായിരിക്കുന്നത്. കേരളത്തിലെ ക്യാമ്പസുകളിലെ ഭീകരമായ റാഗിങ്ങിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്നത്തെ ദിവസത്തെ ചർച്ചയിൽ ശ്രീ ലക്ഷ്മണ പെരുമാൾ, ഈ പീഡിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ പിതാവാണ്. ശ്രീ ജയപ്രകാശും ഷീബയും റാഗിങ്ങിനിരയായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളാണ്. PMR ഷോ SFI സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ AG ജോർജ്, മുൻ അധ്യാപകൻ ശ്രീ സുബ്രഹ്മണ്യൻ, KGNAയുടെ സെക്രട്ടറി ജാസ്മിൻ ഷാ, യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതാവ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ലക്ഷ്മണ പെരുമാൾ, മനസാക്ഷി മരവിപ്പിക്കുന്ന, നമ്മുടെ രക്തമുറഞ്ഞു പോകുന്ന ക്രൂരതയാണ് താങ്കളുടെ മകൻ നേരിട്ടത്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഏത് മനുഷ്യനും അത് നെഞ്ചെടുപ്പോടുകൂടിയേ കാണാൻ കഴിയുകയുള്ളൂ. ഇത്ര ഭീകരമായൊരു കുറ്റകൃത്യം കഴിഞ്ഞ 3 മാസങ്ങളായി ആ ഹോസ്റ്റലിൽ നടക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത വെളിവാവുകയാണ്. മകൻ നേരത്തെ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നോ, പറഞ്ഞിരുന്നോ, പരാതിപ്പെട്ടിരുന്നോ? നമ്മളോട് പറഞ്ഞിരുന്നത് ഈ കഴിഞ്ഞ 4 മാസമായിട്ട് പരാതി നിരന്തര ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിഞ്ഞു. എന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മാത്രം ശേഷമേ നമ്മൾ അറിഞ്ഞുള്ളൂ. അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മണിക്ക് സ്കൂൾ പ്രിൻസിപ്പാൾ ടീച്ചർ അവിടെ കോളേജിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ട് ഇങ്ങനെ സംഭവം അറിഞ്ഞുവെന്ന് ചോദിച്ചു. ഞാൻ സംഭവം എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ രാത്രി ലിവിൻ വിളിച്ചായിരുന്നു ചോദിച്ചു. ഞാൻ രാത്രി എന്നും വിളിച്ചു. വേറെ ഒന്നും പറഞ്ഞില്ലെന്ന് ചോദിച്ചു. വേറെ ഒന്നും പറയാറില്ലായിരുന്നു, കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പം വീണ്ടും ചോദിച്ചു, ലിബിൻ ഒന്നും പറഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആകെപ്പാടെ വയലൻ്റായി. അപ്പം ഞാൻ വൈഫിനെ വിളിച്ചു. ടീച്ചർ ഏതാണ്ട് പറയുന്നത് എനിക്ക് മനസ്സിലായെന്നാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നമ്പറിൽ വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇന്ന പോലെ കഴിഞ്ഞ ദിവസം രാത്രി 5 പേര് കൂടി ഇന്ന പോലെ ലിബിൻ കൂട്ടത്തിൽ 3 പിള്ളേരെയും ഈ 5 പേര് സീനിയർ പിള്ളേർ 5 പേര് ഇങ്ങനെ രാത്രി കെട്ടിയിട്ട് അടിക്കുകയും തല്ലുകയും ഈ ബാത്റൂം ഒഴിക്കുന്ന ടോയ്ലറ്റ് യൂസ് ചെയ്ത് വായിലൊഴിക്കുകയും ഞങ്ങളാണ് ഇസ്റ്റേറ്റ് മേഖലയിൽ താമസിക്കുന്നത്. ഈ പൈസ പിടിച്ചെടുത്ത് അവർ എല്ലാ മാസവും ഇവർ കള്ളു കുടിക്കും. നമ്മളിത് കണ്ടിട്ടില്ല. കള്ളു കുടിക്കുകയും മറ്റ് കാര്യങ്ങൾ നോക്കി ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ പ്രിൻസിപ്പാളെ ബന്ധപ്പെടുകയും പ്രിൻസിപ്പാൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ പരിധിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ചെറുക്കനെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ 5 പേരെയും പോലീസിൽ ഏൽപ്പിക്കുകയും അവരെ പ്രിൻസിപ്പാളിൻ്റെ ഇതിൽ വെച്ച് അവനെ സസ്പെൻഡ് ചെയ്യും. പോലീസ് FIR എഴുതി അവരെ അറസ്റ്റ് ചെയ്ത് അവരെ കോടതിയിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഞാൻ അത് കണ്ടു. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ബന്ധപ്പെട്ടു. ഞാൻ പ്രിൻസിപ്പാളോട് ചോദിക്കുകയും ഞാൻ വരണമെന്ന് ചോദിച്ചു. പ്രിൻസിപ്പാൾ പറഞ്ഞ കാര്യം, നിങ്ങൾ വരേണ്ട കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇന്നലെ ചനലുകാർ വന്നതുകൊണ്ട് എനിക്ക് ഇന്നലെ പോയാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ രാവിലെ അവിടെ പോവുകയും 11 മണിക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അവർ ചനലുകാരിലുണ്ടായിരുന്നു. പ്രിൻസിപ്പാളെ കണ്ടു, ക്ലാസ് ടീച്ചറിനെ കണ്ടു, അവിടുത്തെ വാർഡനെയും കണ്ടു. വാർഡനെ അവർ 3 പേരിൽ സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ സംഭവം അറിയുന്നെന്ന് പറഞ്ഞാൽ ഇവർ പകലൊന്നും ചെയ്യുന്നില്ല. രാത്രി 12 മണി കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 12 മണി കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു വാച്ച്മാൻ റൂമുണ്ട്. വാച്ച്മാൻ തൊട്ടപ്പുറത്താണ്. ഒരു പ്രായം ചെന്ന മനുഷ്യനാണ്. അപ്പോൾ ഈ പ്രായം ചെന്ന മനുഷ്യനാണെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ കുട്ടികൾ പറക്ക് പറ്റിക്കുന്നത് നമ്മുടെയാണ്. പക്ഷേ ഈ വാച്ച്മാൻ അറിയുന്നില്ല എന്നാ പറയുന്നത്. രാത്രി കിടക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാൻ അവിടെ മറ്റ് ആളുകളോ ഉത്തരവാദപ്പെട്ട വ്യക്തികളോ ഒന്നുമില്ല. ഇവിടെ ഒരു പ്രായമായ വാച്ച്മാൻ മാത്രമാണ് ആകെ ഉള്ളത്, അല്ലേ? വാർഡൻ ഹോസ്റ്റലിൽ താമസിക്കാറുണ്ടോ? അവിടെ സെക്യൂരിറ്റി വാച്ച്മാൻ ഇല്ല, അവർ താമസിക്കാറുണ്ട്. പക്ഷേ ഈ 12 മണി കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാം കഥ കടക്കുകയാണല്ലോ. അവർ കഥ കടക്കുക. അപ്പോൾ ഈ ഹോസ്റ്റലിലെ പിള്ളേരും കഥ അടയ്ക്കുക. ഈ കള്ളന്മാർക്ക്, നമ്മുടെ സിനിമയിൽ കാണുന്നവർക്ക് കള്ളന്മാർക്ക് അറിയാം ടെക്നിക്കൽ എങ്ങനെയാണ് തുറക്കുന്നത്, എങ്ങനെ അടക്കുന്നത് അവർക്കറിയാം. അതനുസരിച്ച് ഇവരെ 3 കൊല്ലം അവിടെ കഴിഞ്ഞു. അടുത്ത കൊല്ലം 4 കൊല്ലമാകാൻ വന്ന. അപ്പോൾ ഇവർ സ്റ്റാർട്ടിങ് മൂവ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലെ ഇവരുമായിട്ട് പരിചയപ്പെട്ടു. ഞങ്ങൾ സീനിയറാണ്, ഞങ്ങളോട് പറയണം, ഞങ്ങൾ പാവ അങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവർ ആദ്യമേ ഷോപ്പിംഗ് ചെയ്ത് ഇവരെ ക്യാൻവാസ് ചെയ്ത് കയ്യിലെടുത്തു. അപ്പോഴത്തേക്ക് ഇവരുടെ ടെക്നിക്കൽ എല്ലാം ഇവർ സീനിയർ പിള്ളേർ എടുത്തിട്ട് ഈ കിടക്കുന്ന 3 കുട്ടികളാണ് ഒരു റൂമിനകത്ത് കിടക്കുന്നത്. ആകെ 6 കുട്ടികൾ. ഈ 3 കുട്ടികളാണ് ഒരു മുറിക്കകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇവർ സ്റ്റാർട്ടിങ്ങിൽ ഇവർ പോയ 2 ദിവസമേ ഇവരെ ക്യാൻവാസ് ചെയ്ത് ഇവർ കയ്യിലെടുത്തു. അപ്പോൾ ഈ കുട്ടികളെ വാങ്ങുകയും ചെയ്ത് സീനിയർ പിള്ളേരല്ലേ. അപ്പോൾ ജൂനിയർ പിള്ളേർ പേടിച്ചല്ലേ പറ്റുള്ളൂ. ഇവർ ഈ സിനിമയിൽ കാണിക്കുന്നതൊക്കെ തീരെ പയ്യെ ഇവരെ തനി സ്വഭാവം കാണിക്കുകയും അടുത്തപ്പോൾ ഇവരെ അണ്ടറിലാക്കി. ഈ 3 പേര് ഇവരെ അണ്ടറിലാക്കിയും
ഇവരെ പിന്നെ ഇവരുടെ രീതി സിനിമാക്കകത്ത് കാണിക്കുന്നതൊക്കെ ഇവരെ അടിക്കുകയും പിന്നെ കെട്ടിവെക്കുകയും പിന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്ത് പിന്നെ അത് ഒഴിക്കുകയും തല്ലുകയായി. അപ്പോൾ ഈ പിള്ളേരൊക്കെ സ്വാഭാവികമായിട്ട് പേടിയായി പറഞ്ഞാൽ ഇത് വീട്ടിൽ പറയാനും പറ്റിയല്ല, ടീച്ചറിനോടും പറയാൻ പറ്റിയല്ല. ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്ന് ഇവരെ ദിവസം ശല്യം ചെയ്ത് നമ്മളെ വീട്ടിൽ വിളിച്ചാലും പറയുന്നില്ല. വീട്ടിൽ വിളിച്ചാൽ മീനിങ് പറയാത്തത് ഇവരെ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങളെ കട്ട് ചെയ്ത് കഴിയും, അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തം ക്യാൻസലായി പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെ പാവം പഠിച്ച പിള്ളേർ വീട്ടിൽ നിന്ന് പിന്നെ ശല്യം കൊണ്ട് വീട്ടിൽ അച്ഛനും അമ്മയും ഭയങ്കര കഷ്ടപ്പെട്ട് ഇസ്റ്റേറ്റ് മേഖലയിൽ കഷ്ടപ്പെട്ട് അങ്ങനെ പഠിപ്പിക്കുന്നതാണ് എല്ലാം. ഇപ്പം ഞാൻ സഹിതം എല്ലാവരും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ പറയാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട് ഇവർ വീട്ടിലേക്ക് പറഞ്ഞില്ല. പേടി, ഫസ്റ്റ് കാര്യം അവർക്ക് പേടി. അങ്ങനെ ഇവർ പറയരുത്. രണ്ടാമത് ഈ കഴിഞ്ഞ ഞായറാഴ്ച അടി എന്ന് പറഞ്ഞാൽ നമ്മളത് വെളി പറയാൻ പറ്റാത്ത ഒരു നമുക്കത് ഞാൻ സ്വന്തം അച്ഛനായിട്ട് എനിക്ക് വെളി പറയാൻ പറ്റും, എനിക്ക് തന്നെ നാണക്കേട്. അങ്ങനെ ഒരു സംഭവം വന്നാൽ എനിക്ക് പറയാൻ പോലും പറ്റുകയല്ല. ഇതില്ല, ഞാൻ ഇപ്പോൾ ബുദ്ധിമുട്ടില്ല ഞാൻ പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് വേദന കൂടിപ്പോയി, ഇവർക്ക് സഹിക്കാൻ പറ്റാതെ പോയി. അതുകൊണ്ട് ഇവരെന്നാ ചെയ്തു, ക്ലാസ് ടീച്ചറിനെ ബന്ധപ്പെട്ടു. ക്ലാസ് ടീച്ചറിന് ഒറ്റയ്ക്കൊരു കോളേജിൽ ആക്ഷൻ എടുക്കാൻ പറ്റിയല്ല. അപ്പോൾ ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പാളെ പറയും, പ്രിൻസിപ്പാൾ അവരെ വിളിച്ച് ചോദ്യം ചെയ്യും. അന്നേരം കുട്ടികൾ ഉള്ള സത്യം പറയും. അത് പ്രിൻസിപ്പാളെ പറയാൻ മടിച്ചിട്ട് അവർ പോലീസുകാരോട് ഉള്ള സത്യം പറയുകയും ചെയ്തു. പോലീസുകാർ എല്ലാം ഓക്കെ ആയി പറഞ്ഞു, ഇന്ന പോലെ സംഭവം പകുതി ടീച്ചറിനോട് പറയും, ഫുൾ മാറ്റർ പോലീസുകാരോട് പറയുകയും ചെയ്തു. അപ്പോൾ പോലീസുകാർ ഇന്ന് വരികയും ചെയ്തു. സ്റ്റേഷനിൽ നിന്ന് 2 പോലീസുകാർ, ഒരു ASI വന്നു, ഒരു കോൺസ്റ്റബിളും വന്നു. കോൺസ്റ്റബിൾ അവർ രണ്ടുപേരും ചോദിച്ചു. അവർ ചോദിച്ചത് ഞങ്ങൾ FIR എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, ഇപ്പം ഞങ്ങളത് അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ കോടതിക്ക് വിട്ട്, ഇനി കോടതിയാണ് തീരുമാനിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പ്രിൻസിപ്പാളോട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഞാൻ വരികയും ചെയ്തു. ഇനി അടുത്ത് എൻ്റെ ഒരു റിക്വസ്റ്റ്, സർക്കാർ നോളജ് എടുത്ത് സർക്കാർ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സർക്കാർ ആവശ്യ നടപടിയെടുത്ത് ഇവർക്ക് ന്യായമായ ശിക്ഷ കൊടുത്ത് ഈ ഇന്ത്യയിൽ, കേരളമല്ല ഇന്ത്യ ലോകത്ത് ഇതുപോലെ സംഭവം നടക്കാൻ പാടില്ല. എൻ്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തെങ്ങും നടക്കാൻ, നമ്മളാകെപ്പാട് സിനിമയ്ക്കകത്ത് കണ്ട ഇതേ ഉള്ളൂ, നമ്മുടെ സിനിമയ്ക്ക് കാണുന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഡയറക്റ്റ്ലി, അതും കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജിൽ ഇന്ന് വരെ ഒരു നല്ല പേര് വാങ്ങിച്ച കോട്ടയം ജില്ല മെഡിക്കൽ കോളേജിൽ ഇത് കാണിച്ചത് ഈ പിള്ളേരെ ഇനി ജീവിതത്തിൽ ഇവരിനി ചെയ്യരുത്, ആ ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ സർക്കാരോട് എൻ്റെ റിക്വസ്റ്റ്. ഇനി ഇത് രാഷ്ട്രീയമായാലും ശരി, ഏത് മതമായാലും ശരി, ഇതെല്ലാം ഒറ്റക്കെട്ടായി ഇവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അപേക്ഷ. തീർച്ചയായും ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജയപ്രകാശ് സിദ്ധാർത്ഥൻ്റെ പിതാവാണ്. ശ്രീ ജയപ്രകാശ്, സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് 1 വർഷമാകാൻ പോവുകയാണ്. ഏറെ ദിവസങ്ങൾ കേരളം ചങ്കുപൊട്ടി ചർച്ച ചെയ്ത ഒരു കാര്യമാണ് അന്ന് അനുഭവിച്ച കാര്യങ്ങളൊക്കെ. ഇന്ന് അതേപോലൊരു കാര്യം വീഡിയോ രൂപത്തിൽ പുറത്തു വരികയാണ്. അന്ന് ഞെട്ടിയ, അന്ന് നടുങ്ങിയ, അന്ന് വേദനിച്ച ആളുകളെല്ലാം ഒരിക്കൽ കൂടി വേദനിക്കുകയാണ്. പക്ഷേ ഈ റാഗിംഗ് സംസ്കാരം ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്നു. ഇത് വിദ്യാർത്ഥികളെ പോലെയൊന്നും അല്ല ആ വീഡിയോയിലുള്ള 5 പേർ പെരുമാറുന്നത്. തികഞ്ഞ സാഡിസ്റ്റുകളായി, മനുഷ്യമൃഗങ്ങളായി പെരുമാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ റാഗിങ്ങിൻ്റെ പേരിൽ ജീവൻ കൊടുത്താലും ഇനിയും ഇത് ആവർത്തിക്കപ്പെടും, തുടരും എന്നുള്ള ഒരു നടുക്കുന്ന ഓർമ്മപ്പെടുത്തലാണോ കോട്ടയം സംഭവം? എന്ത് തോന്നുന്നു? അതെ, തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും. ഇത് കാരണമെന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥൻ്റെ ആ ഒരു മരണത്തോടു കൂടിയല്ല, ആ കൊലപാതകത്തോടു കൂടി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഒരു 2 മാസം വരെ ആർക്കും അനക്കമില്ലാതെ അങ്ങ് പോയി, കുഴപ്പമില്ല, എല്ലാവരും ഒന്ന് ഭയപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് ഈ പ്രതികളെല്ലാം ഉടനെ തന്നെ അവർ സമൂഹത്തിലോട്ട് ഇറങ്ങി വന്നു തുടങ്ങി. അവർക്ക് എക്സാം എഴുതാനുള്ള അവസരം കിട്ടും, അവർക്ക് പഠിക്കാനുള്ള അവസരം കിട്ടി, അവർ ജാമ്യം കിട്ടി. ഇതൊക്കെ വന്നപ്പോഴേ അത് ആസ് യൂഷ്വൽ എന്നുള്ള രീതിയിൽ അങ്ങ് പോയി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി, അവർക്കൊരു പ്രോത്സാഹനം ഉണ്ടായി. ബാക്കിയുള്ള കോളേജുകളിലും സ്കൂളിലായിരുന്നാലും റാഗിങ് ചെയ്താൽ ഇത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം തന്നെ നടത്തിയിട്ട് പ്രതികൾക്ക് ഇങ്ങനെ വിലസി നടക്കാൻ പറ്റുമെങ്കിൽ അത് നിയമത്തിൻ്റെ കുറ്റമല്ല. ഞാൻ നിയമത്തിനെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. ആ നിയമത്തിലുള്ള പഴുതുണ്ടാക്കി കൊടുത്തത് ആരാണ്? ഈ കുറ്റവാളികൾക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏത് രാഷ്ട്രീയ കക്ഷികളാണോ, വിദ്യാർത്ഥി സംഘടനയുടെ കക്ഷികളാണോ, അവരാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. ഇപ്പോൾ ഈ ഒരു ഇന്നലെ മെഡിക്കൽ കോളേജ്, ഇന്നലെ അവിടെ നടന്ന നഴ്സിംഗ് കോളേജിൽ ആ കുട്ടിയുടെ സംഭവത്തിലും നടന്നത് ആരാണ് നടത്തിയതെന്ന് നോക്കണം. ആ രാഹുൽ രാജ് എന്ന് പറയുന്ന ആ ഒരു ക്രിമിനൽ ഏത് വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണ് നോക്കണം. അവനൊരു സെക്രട്ടറിയാ, അഖിലേന്ത്യാ സെക്രട്ടറിയോ എന്തോ ആണ്. ഏത് വിദ്യാർത്ഥി സംഘടന, ഏത് സംഘടനയുടെ നേതാവാണ് അന്നും കൂടെ ആലോചിക്കണം. അതിൽ ബാക്കിയുള്ള കുട്ടികളെല്ലാം, ബാക്കിയുള്ള കുട്ടികളെന്ന് പറയില്ല, ബാക്കിയുള്ള ക്രിമിനലുകളെല്ലാം ഏതൊരു സംഘടനയുടെ ആളാണ് എന്ന് തിരക്കി കഴിഞ്ഞാൽ അറിയാം. എൻ്റെ മോൻ സിദ്ധാർത്ഥനെ കൊന്നത് എന്നു പറഞ്ഞത് ഈ അവിടെയുള്ള SFI എന്ന സംഘടനയുടെ ഭാരവാഹികൾ, യൂണിറ്റ് പ്രസിഡന്റ് അരുൺ ഉൾപ്പെടെയുള്ള
ഒരു അഞ്ചോ ആറോ നേതാക്കന്മാർ ഈ ആ ഒരു കൊലപാതകത്തിലുണ്ട്, ആ ക്രിമിനലുകളിൽ. ആ SFI എന്നുള്ള ആ ഒരു മാവോയിസ്റ്റ് തീവ്രവാദി സംഘടനയുടെ ആൾക്കാരാണ് അവരെ വളരെ മൃഗീയമായി കൊന്നിട്ട് അവർ എന്തുകൊണ്ട് രക്ഷപ്പെട്ടു? അത് ഉടനെ തന്നെ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആളെത്തി. ഇത് കേട്ടുകൊണ്ടിരിക്കണം. ആ കൊലപാതകം നടന്ന് പിറ്റേന്ന് തന്നെ ഈ കൊലപാതകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കോളേജിൽ ആളെത്തി. SFI ഭരിക്കുന്ന ഈ സംസ്ഥാന സെക്രട്ടറി ആ കോളേജിലെത്തി. എന്തിനാ സെക്രട്ടറി ആ കോളേജിൽ പോകുന്നത്? അദ്ദേഹത്തിന് അവിടെ ജോലിയൊന്നുമില്ലല്ലോ. അവിടെ നോക്കും, അവിടെ പോലീസ് നോക്കും, കോളേജ് അധികൃതർ നോക്കും, അവിടെ ബാക്കി കാര്യങ്ങളുണ്ട്. എന്തിനവിടെ പോയി? എന്നിട്ട് ആ പ്രതികളെ കൊണ്ടുപോയിട്ട് നേരെ അവിടുന്ന് വെളിയിൽ കൊണ്ടുപോയി. ഇപ്പം എന്തോ ഒരു ഭാഗ്യത്തിന് ഈ കോട്ടയത്തുള്ള നഴ്സിംഗ് കോളേജിലെ കുട്ടിയെ ഉപദ്രവിച്ച വീഡിയോ കിട്ടി. അതൊരു ഭാഗ്യം. രണ്ടാമത്തെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ജീവൻ കിട്ടി. ഇത് രണ്ടും ഭാഗ്യമാണ്. നമുക്ക് സംഭവിച്ച നിർഭാഗ്യമാണെന്ന് പറഞ്ഞാൽ ആ രണ്ടുമാണ്. ഒന്ന് ജീവൻ പോയി, ആ വീഡിയോ എല്ലാം നശിപ്പിക്കാനുള്ള സമയവും കാര്യങ്ങളെല്ലാം ഈ രാഷ്ട്രീയ അവിടെയുള്ള ആ സംഘടനയും അവിടെയുള്ള ലോക്കൽ പോലീസും ഒരുമിച്ച് ചേർന്ന് അതെല്ലാം നശിപ്പിച്ചു. അങ്ങനെ ഉണ്ടായപ്പോഴെന്താ, ആ കേസിന് ആ സമയത്ത് ഒരു ബലമില്ലാതെ പോയപ്പോൾ അവിടെയുള്ള പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സമയം കിട്ടി, തെളിവുകൾ നശിപ്പിച്ചു. മകൻ തൂങ്ങി എന്ന് പറയുന്നു. ഓക്കെ, തൂങ്ങി നിന്ന് എന്തുകൊണ്ട് തൂങ്ങി, ആ ഒരു സാധനം തന്നെ അവിടെ നശിപ്പിച്ചു കളഞ്ഞു. കോട്ടയത്ത് സംഭവിച്ച കാര്യത്തിൽ എന്താണ് ഇക്കാര്യത്തിൽ ഇനി സംഭവിക്കുക എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. ശ്രീ PM ആർഷോ SFI നമ്മോടൊപ്പം. ശ്രീ ആർഷോ, ഇവിടെ ഈ സംഭവത്തിൽ സാധാരണ നിലയിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് എല്ലാ ക്യാമ്പസുകളിലും വിദ്യാർത്ഥി സംഘടനകളുള്ള ക്യാമ്പസുകളിൽ ആന്റി റാഗിംഗ് സെല്ലുകളും മറ്റുമൊക്കെ ഉണ്ടാകും. യൂണിയനുകൾ ആന്റി റാഗിംഗ് ഫെസിലിറ്റി ഉള്ള യൂണിയനുകളാണ്. ഇവിടെ ഒരു സർക്കാർ കോളേജിൽ ഈ വിദ്യാർത്ഥി പ്രവർത്തനമൊക്കെ ഉള്ള കോളേജിൽ തന്നെ ഒരു റാഗിംഗ് ഇൻസിഡന്റ് കൂടി നടക്കുന്നു. അതിന്റെ വീഡിയോ പുറത്തു വരുന്നു. ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം KGSNA നേതാവായിട്ടുള്ള നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ഈ ആന്റി റാഗിംഗ് സെല്ലിന്റെ ഭാഗം കൂടിയായിട്ടുള്ള വ്യക്തിയാണ് ഇതിലെ പ്രധാന പ്രതി എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ആവർത്തിച്ച് കേരളത്തിന് ചോദിക്കേണ്ടി വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ആ ദൃശ്യങ്ങളും അതിനെ തുടർന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങളൊക്കെ ഈ നാട്ടിലെ മനസാക്ഷിയുള്ള മനുഷ്യരെയാകെ പ്രയാസത്തിലാഴ്ത്തിയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഏറ്റവും ക്രൂരമായിട്ടുള്ള ഇടപെടലാണ് ചില ആളുകളുടെ ഭാഗത്ത്, ക്യാമ്പസിനകത്തുള്ള ചില വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ക്രൂരമായി റാഗിംഗ് എന്ന് പറയുന്ന അങ്ങേയറ്റം അരാജക പ്രവണതയെ ഏറ്റവും മോശമായ നിലയിൽ ഉപയോഗപ്പെടുത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആ ആളുകൾ വിദ്യാർത്ഥികളെന്ന് വിളിക്കപ്പെടാനായിട്ട് അർഹരായിട്ടുള്ള ആളുകളല്ല, കൊടും ക്രിമിനലുകളാണ്. ഏറ്റവും ഉചിതമായ ശിക്ഷ, ഏറ്റവും ഉചിതമായ നിയമ നടപടി ആ ക്രിമിനലുകൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. ആ ശിക്ഷ അവർക്ക് ലഭിക്കുന്ന നിയമ നടപടി നിശ്ചയമായും മറ്റൊരാളും ഈ ക്രൂരകൃത്യം ഇവിടെ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ആവർത്തിക്കാൻ തോന്നാത്ത നിലയിലേക്ക്, അതിന് തയ്യാറാകാത്ത, ധൈര്യപ്പെടാത്ത നിലയിലേക്കുള്ള നിയമ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനോട് ഈ ഘട്ടത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും നിയമസഹായവും ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള പിന്തുണയുമായി SFI ഉണ്ടാകും എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഉറപ്പ് നൽകുകയാണ്. അതിനോടൊപ്പം തന്നെ അഭിലാഷ് പറഞ്ഞതിനകത്ത് ഒരു വസ്തുത പിശകുണ്ട്. മേൽപ്പറഞ്ഞ ക്യാമ്പസിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം ഉള്ള ക്യാമ്പസ് അല്ല. മേൽപ്പറഞ്ഞ നഴ്സിംഗ് കോളേജിനകത്ത് SFIക്കോ MSFനോ അല്ലെങ്കിൽ KSUവിനോ മറ്റിതര വിദ്യാർത്ഥി സംഘടനകൾക്കോ യൂണിറ്റ് ഉള്ള ഒരു ക്യാമ്പസ് അല്ല. അങ്ങനെ സംഘടനാ പ്രവർത്തനം നടക്കുന്ന ഒരു ക്യാമ്പസ് അല്ല. പ്രത്യേകിച്ച് കേരളത്തിനകത്തുള്ള വലിയൊരു ശതമാനം ആരോഗ്യ മേഖലയ്ക്കകത്തുള്ള ക്യാമ്പസുകൾക്കകത്ത് രാഷ്ട്രീയ ഗ്യാങ്ങുകളുടെ സ്വാധീനമുണ്ട്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഇല്ലാത്ത നിലയുണ്ട്. അധ്യാപകർ ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി വലിയ നടക്കുന്ന ശ്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന മറ്റൊരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ ഈ ചർച്ചയിൽ നിശ്ചയമായും സൂചിപ്പിച്ച് പോകേണ്ടുന്ന ഒന്നിലധികം കാര്യങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നതും ആത്മാർത്ഥമായും ഈ ചർച്ച മുന്നോട്ട് പോകണം എന്ന് കരുതുന്നതുമായത് ഇന്ന് കോട്ടയത്തുണ്ടായിട്ടുള്ള വിഷയമാണ്, അല്ലെങ്കിൽ ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള കോട്ടയം നഴ്സിംഗ് കോളേജിനകത്തുള്ള വിഷയമാണ്. റാഗിംഗ് എന്ന് പറയുന്ന ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യമാണ്. അത് ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്കൊക്കെയുള്ള കൂട്ടുത്തരവാദിത്തമാണ്. നമുക്ക് എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. അതിനെതിരായിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളത്. ആ നിലയ്ക്ക് ഈ ചർച്ചയുൾപ്പെടെ ആ ക്രൂരതയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയും അവർക്ക് ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയും ഈ കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുമുള്ള ഇടപെടലിൻ്റെ വേദിയാക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ വിളിച്ചിരുത്തിയ
ആൾ, ഇപ്പോൾ എനിക്ക് തൊട്ട് മുൻപ് സംസാരിച്ച് അവസാനിപ്പിച്ച വ്യക്തി, അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾക്കകത്തുള്ള വസ്തുതാപരമായ പിശക് ഉണ്ടായ ഘട്ടത്തിൽ അവതാരകൻ അത് തിരുത്താൻ തയ്യാറായില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ അവസരത്തിൽ എനിക്കത് പറഞ്ഞു പോകേണ്ടതായി വന്നിട്ടുണ്ട്. ഒന്ന്, പൂക്കോട് വെറ്റിനറി കോളേജിനകത്ത് ഉണ്ടായത് ഒരു മരണമല്ല, ഒരു കൊലപാതകമല്ല, മറിച്ച് അതൊരു ആത്മഹത്യയാണ് എന്നുള്ളത് അതിനുശേഷം നടന്നിട്ടുള്ള അന്വേഷണങ്ങൾ മുഴുവൻ തറപ്പിച്ച് പറഞ്ഞ് കുറ്റപത്രം ഉൾപ്പെടെ അന്വേഷണം പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അവിടെ ഉണ്ടായ പൂക്കോട് വെറ്റിനറി കോളേജിനകത്തുണ്ടായ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇവിടെ നടന്ന നിരവധിയായിട്ടുള്ള സമരങ്ങളുടെ തുടർച്ചയിൽ വന്ന CBIയുടെ ഉൾപ്പെടെയുള്ള കണ്ടെത്തലുണ്ട്. കേരളത്തിൻ്റെ മുൻ ഗവർണർ നിയോഗിച്ച ഈ പറഞ്ഞ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണ സമിതി അവർ നടത്തിയ അന്വേഷണത്തിൻ്റെ തുടർച്ചയിലുള്ള കണ്ടെത്തലുണ്ട്. വിദഗ്ധമായ വൈദ്യ പരിശോധനകളുടെ റിസൾട്ട് നമ്മുടെ മുൻപിലുണ്ട്. അവയെല്ലാം തന്നെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യയാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതിലുള്ള വസ്തുതാപരമായ പിശക് സൂചിപ്പിക്കുകയാണ്. 2, അദ്ദേഹം അതിനകത്ത് അനാവശ്യമായി SFIയെ കൂട്ടിയെന്ന നിലയുണ്ടായി. അതിൽ ഇന്ന് കോട്ടയത്തെ ഇൻസിഡന്റിൽ ഉൾപ്പെടെ അദ്ദേഹം SFI അതുമായി ലിങ്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായി. നേരത്തെ ഈ പറഞ്ഞ അതിൽ പ്രതികളിൽ ഒരാളായിട്ടുള്ള വ്യക്തി ഉൾപ്പെട്ടിട്ടുള്ള സംഘടന ഞങ്ങളുമായി ഒരു നിലയ്ക്കും ബന്ധമില്ലാത്ത സംഘടനയാണ്. SFIയുടെ എന്താ പറയുക സബ് കമ്മിറ്റിയാണ് എന്നൊക്കെ KSU ഇതര വിദ്യാർത്ഥി സംഘടനകളൊക്കെ ആരൊക്കെയോ പറയുന്നതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടു. ഞങ്ങൾ വീണ്ടും ഒന്ന് വ്യക്തമാക്കുകയാണ്, ഞങ്ങൾക്ക് അത്തരത്തിലൊരു സബ് കമ്മിറ്റി ഇല്ല. ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയെ അല്ല ആ ക്യാമ്പസിനകത്ത് ഈ പറഞ്ഞ പ്രതികളിൽ ഒരാളായിട്ടുള്ള ആൾ ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള സംഘടന. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാരം, അതിന്റെ പഴി ഞങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല. 2, പൂക്കോട് വെറ്റിനറി കോളേജിനകത്തുണ്ടായ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണങ്ങൾ, അവിടെ നടന്ന ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെല്ലാം പൂർത്തീകരിച്ച് സമർപ്പിക്കപ്പെട്ട കുറ്റപത്രത്തിൽ SFI എന്ന 3 അക്ഷരം പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പണി ഇവിടെ അവസാനിപ്പിച്ച് പോകാൻ വേണ്ടി തയ്യാറാകും. അത് ഒരു രാഷ്ട്രീയ വിഷയമായിരുന്നില്ല, വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടൽ ഉണ്ടാക്കിയ വിഷയമായിരുന്നില്ല എന്നുള്ളത് വീണ്ടും ആവർത്തിച്ചു പറയണം. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അതിനപ്പുറത്തേക്ക് ആ CBI അങ്ങ് ഉൾപ്പെടെ പിന്തുണച്ച അല്ലെങ്കിൽ അങ്ങ് ഉൾപ്പെടെ ആവശ്യപ്പെട്ട് കടന്നു വന്ന CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ 16-ാം അധ്യായം 16.5 പാരഗ്രാഫ് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങൾ ഈ സംവാദ മുറിക്കകത്തിരുന്ന് ഞാൻ പറയണം എന്ന ആഗ്രഹം അങ്ങേക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതിനകത്ത് കൃത്യമായി കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. CBI കുറ്റപത്രത്തിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏത് ഘട്ടത്തിലാണ് നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച്. ആ വിദ്യാർത്ഥി അവിടെ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു, ഏത് ഘട്ടത്തിലാണ് പ്രകോപിതരായ സഹപാഠികൾ, ആ പ്രകോപിതരായതിനകത്തും ഞങ്ങൾക്ക് വിരുദ്ധാഭിപ്രായമുണ്ട്. അങ്ങനെ ഒരാളെയും ആക്രമിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതിനകത്തും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല കേട്ടോ, ഒരു എതിരഭിപ്രായമില്ല. അവിടെ നടന്ന ആക്രമണത്തെ ആകെ തള്ളിപ്പറയുകയും അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന് നിലപാട് സ്വീകരിച്ച ആളുകളോട് ഞങ്ങൾ. പക്ഷെ ആ ഘട്ടത്തിലൊക്കെ തന്നെ ഇവിടെ വളരെ വൈകാരികമായിട്ടുള്ള പ്രതലം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയ ഘട്ടത്തിലും ഞങ്ങളത് അവിടെയും പറയാൻ വേണ്ടി പോയിട്ടില്ല. സഹപാഠിയായിട്ടുള്ള വിദ്യാർത്ഥിനിയോട് ഏത് നിലയിലാണ് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി പ്രവർത്തിച്ചത്, പെരുമാറിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ CBI കുറ്റപത്രത്തിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് എന്നെ കൊണ്ട് വായിപ്പിക്കേണ്ടതില്ല. അങ്ങനെ വായിപ്പിക്കാൻ മെനക്കെടുന്നത് ഇനി നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ച് വ്യക്തിപരമായി എന്റെ പേരെടുത്തുകൊണ്ട് ഞാൻ അവിടെ പോയി ഈ പറഞ്ഞ പ്രതികളെ സംരക്ഷിച്ചു എന്നുള്ളത്, പ്രതികൾക്ക് വേണ്ട പിന്തുണ കൊടുത്തു എന്നുള്ളത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത്? ഇദ്ദേഹം ഇതിനു മുൻപും എന്നെ സംബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ മരിച്ചുപോയ മകൻ പണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ ഫോണിൽ പറയാറുണ്ടായിരുന്നു പോലും, ആർഷോ ചേട്ടൻ ഹോസ്റ്റലിലുണ്ട്, തൊട്ടപ്പുറത്തെ മുറിയിലുണ്ട്, ആർഷോ ചേട്ടൻ അവിടെ ഉണ്ട് എന്ന് എന്നോട് പറയാറുണ്ട് ഉണ്ടായിരുന്നു പോലും. ഞാൻ അങ്ങനെ PM ആർഷോ പോയി നിന്നിട്ടാണ് അവിടെ കേസ് നേതൃത്വം കൊടുത്തതെന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞയാളല്ലേ ഇദ്ദേഹം. ഇത്രയും കാലത്തിനിടയിൽ അങ്ങേക്ക് തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞോ? അങ്ങയുടെ കയ്യിലുള്ള തെളിവ് മുഴുവൻ CBIക്ക് പറഞ്ഞിരുന്നത് എന്നിട്ട് CBIക്ക് കൊടുത്തോ? CBI എന്നെ പ്രതി ചേർത്തോ? CBI എന്നെ കൊണ്ടുപോയി തുറുങ്കിലടച്ചോ? ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള വൈകാരികതയും മാനിച്ചുകൊണ്ട് തന്നെ പറയാണ്. RSS പോലുള്ള സംവിധാനങ്ങളുടെ ടൂളായതുകൊണ്ട് SFI ബഹുമാനത്തോടെ നിന്റെ യൂണിറ്റ് പ്രസിഡന്റ് റൂമിൽ വന്നു കഴിഞ്ഞാല് രാവിലെ വൈകുന്നേരം അവൻ അടിവസ്ത്രത്തിലല്ലോ നിർത്തിയിട്ടുള്ളത്. അതിന്റെ ആന്റി റാഗിംഗ് സ്ക്വാഡിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താ താങ്കളുടെ വായിൽ വരാത്തത്? അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാത്ത എന്താ? 7 മാസം വരെ അവരുടെ റൂമിൽ വന്നിട്ടുണ്ടോ? നിന്റെ യൂണിറ്റ് പ്രസിഡന്റ് അരുണിന്റെ റൂമിൽ വന്നിട്ട് രാവിലെ വൈകുന്നേരം അവനെ ഷട്ടിപ്പറന്ന് നിർത്തിയിട്ടുണ്ടല്ലോ. യൂണിറ്റ് പ്രസിഡന്റ് അരുണിനോട് ചോദിച്ചു നോക്കൂ, 7 മാസം വരെ
എന്തായാലും CBI കുറ്റപത്രം കൊടുത്തിട്ടുണ്ടല്ലോ. CBIയുടെ കുറ്റപത്രം അനുസരിച്ച് നീതിപൂർവകമായ വിചാരണ നടന്ന കുറ്റക്കാരായ ആളുകൾ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളതാണ് പൂക്കോട് വെറ്ററിനറി കോളേജിലെ സംഭവത്തിൽ നമുക്ക് പറയാനുള്ളത്. CBI എന്നുള്ളത് കുടുംബത്തിന്റെ കൂടി ആവശ്യമാണ്. CBIയുടെ കുറ്റപത്രത്തിന് അനുസരിച്ചുള്ള ശക്തമായ നടപടികൾ വിചാരണ നടന്നതിന് ശേഷം സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ശിക്ഷ തന്നെ അക്കാര്യത്തിൽ ഉണ്ടാവട്ടെ എന്ന് എല്ലാവരും പ്രതീക്ഷിക്കാം. നമുക്ക് ആ വിഷയം വിടാം. ശരി, നമുക്ക് ആ വിഷയം വിടാം. വളരെ പ്രധാനപ്പെട്ട SFIയുടെ മെക്കിട്ട് കയറുന്നതിന് വേണ്ടിയും SFIയെ കുറിച്ച് എന്ത് തോന്നിവാസം പറയുന്നതിന് വേണ്ടിയും ആരെയും ചുമതലപ്പെടുത്തിയില്ല. CBI അന്വേഷിച്ച് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. നീതിപൂർവകമായി നമുക്ക് നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കാം. ശരി, ഓക്കെ, നമുക്ക് ആ വിഷയം എന്തായാലും CBI അന്വേഷണം എന്ന ആവശ്യം അന്വേഷിക്കുകയും ചെയ്തല്ലോ. ഇനി അത് വിചാരണ നടന്ന അക്കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ. പറയൂ ഹർഷോ. അല്ല, നമുക്ക് അതുകൊണ്ടാണ് ആ വിഷയം വിടാം. രണ്ടുപേരും കേൾക്കൂ, ഈ വിഷയം വിടാം. കേൾക്കൂ, രണ്ടുപേരും കേൾക്കൂ. CBI അന്വേഷിച്ചല്ലോ. CBI അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. വിചാരണ നടക്കട്ടെ, നീതിപൂർവകമായ വിധി ഉണ്ടാകട്ടെ. നീതി എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്ന കാര്യം. നമ്മൾ സംസാരിക്കുന്നത് നീതിയെ കുറിച്ചാണല്ലോ. ഓക്കെ, ഫൈൻ. ശ്രീ സുബ്രഹ്മണ്യൻ, നോക്കൂ, തീർച്ചയായിട്ടും KGSNA എന്ന സംഘടനയുടെ ഭാരവാഹിയാണ് ഇവിടെ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ. എത്ര ഭീകരമായ കുറ്റകൃത്യമാണ് അവിടെ നടന്നതെന്ന വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുക? മനുഷ്യന്മാർക്ക് പെരുമാറാൻ കഴിയുന്ന രീതിയിലല്ല, സാഡിസ്റ്റുകൾക്ക് പെരുമാറാൻ കഴിയുന്ന രീതിയിൽ മാത്രമാണ് അങ്ങേയറ്റം ആക്രാമകമായി ജീവന് വേണ്ടി നിലവിളിക്കുന്ന ഒരു കുട്ടിയുടെ ദേഹത്തേക്ക് കോമ്പസ് 1, 2, 3, 4 എന്ന് പറഞ്ഞ് എണ്ണിക്കൊണ്ട് കുത്തിക്കയറ്റുകയാണ്. എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ആകാൻ പറ്റുക എന്ന് നിങ്ങൾ ആലോചിക്കുന്നു? തീർച്ചയായും ഏറെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മനസാക്ഷിയുള്ള ഒരാൾക്കും തന്നെ ഇതിന് ആ ദൃശ്യങ്ങൾ കാണാനോ നമുക്കത് അതിനെ വിലയിരുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണല്ലോ. അത്രയധികം ക്രൂരമായിട്ടുള്ള ഒരു പരിപാടി, ഒരു ക്രൈമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തെ ഞങ്ങളും അംഗീകരിക്കുന്നു. പ്രത്യേകിച്ചും അത് ഈ നഴ്സിംഗ് മേഖലയിൽപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഏറെ പ്രയാസകരമായിട്ടുള്ള കാര്യം. കാരണം നഴ്സുമാർ എന്ന് പറഞ്ഞാൽ ഈ രോഗവുമായി വരുന്ന, ഇതുപോലെ ഔഷധയുമായി വരുന്ന ആളുകളെ, മുറിവുമായി വരുന്ന ആളുകളെ പരിചരിക്കാനും അവരെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കാനും പരിശീലനം ലഭിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് വലിയ മാലാഖമാരെന്നൊക്കെ പറഞ്ഞ് ആളുകൾ പുകഴ്ത്തുന്ന സാഹചര്യമെല്ലാം ഉണ്ടാകുന്നത്, സമൂഹം അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ളൊരു പരിശീലനം ലഭിക്കുന്ന ആളുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഒരാളും പ്രതീക്ഷിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു വിദ്യാർത്ഥിക്ക് മാത്രം സംഭവിച്ചതല്ല. അവിടുത്തെ ജൂനിയർ ബാച്ചിലെ കുട്ടികൾ 5 കുട്ടികൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അവരും കഴിഞ്ഞ 4 മാസമായി നേരിട്ടുകൊണ്ടിരുന്നത് ഇതാണ്. പണം വാങ്ങുന്നു, പണം 800 രൂപ ഒരാഴ്ച കൊടുക്കണം, ഏറ്റവും ഒടുവിൽ 2000 രൂപ ചോദിക്കുന്നു. സീനിയേഴ്സിന് മദ്യം വാങ്ങാനുള്ള പണം കൊടുക്കണം. പണം കിട്ടുന്നത് കുറഞ്ഞാൽ അതിക്രൂരമായ പീഡനങ്ങളിലേക്ക് നീങ്ങും. ഇതൊക്കെ കേരളത്തിലാണോ നടക്കുന്നതെന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. തീർച്ചയായും അത് യഥാർത്ഥത്തിൽ നമുക്ക് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 4 മാസമായിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. യാതൊരു തരത്തിലുള്ള പരാതിയും ഇതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഇവിടെ അന്വേഷിക്കുമ്പോൾ നവംബർ അവസാനം നമ്മുടെ ഈ സംഘടനയുടെ ഒരു യോഗം അവിടെ വിളിച്ചു ചേർത്തിരുന്നു. ഈ പുതിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും അതിൽ പങ്കെടുത്തതാണ്. അവിടെ നമ്മുടെ KGNAയുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകളും പങ്കെടുത്തിരുന്നു. അവരൊക്കെ ചോദിച്ചപ്പോൾ ഇത് എല്ലാം യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളില്ല. പുതിയ കുട്ടികളോട് പ്രത്യേകിച്ച് ചോദിച്ചു. അതെ, തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ഇപ്പോൾ സ്റ്റുഡൻറ് വിങ്ങിൻ്റെ നേതാവ് എന്ന് പറഞ്ഞെടുക്കുന്ന 3 വർഷത്തെ കോഴ്സാണ് ഇതുള്ളത്. സ്വാഭാവികമായിട്ടും ഒന്ന് ഫസ്റ്റ് ഇയർ വരുന്ന വിദ്യാർത്ഥികളായിരിക്കും, അവരെ നമുക്ക് ഇതിൻ്റെ ഭാരവാഹികളാക്കാൻ കഴിയില്ല. സെക്കൻഡ് ഇയർ വരുന്ന വിദ്യാർത്ഥികൾ കുറച്ച് പേര് ഭാരവാഹികൾ താഴെ തലങ്ങളിലാവും. തേർഡ് ഇയറിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സംസ്ഥാനതല ഭാരവാഹികളായിട്ട് മാറുന്നത്. 44 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ളൊരു സംഘടനയാണ്. ഈ കാലത്തിനിടയ്ക്ക് ഇന്ന് വരെ ഇതുപോലത്തെ ഒരു ഇഷ്യൂ നമുക്ക് എവിടെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല, KGSNAയുടെ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് 100% വിദ്യാർത്ഥികളും വേറെ ഈ 18 സർക്കാർ നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണുള്ളത്. ഇവിടെ ഈ 18 സ്ഥാപനങ്ങളിലായി 1500ഓളം വിദ്യാർത്ഥികളാണുള്ളത്. ബഹുഭൂരിപക്ഷം പെൺകുട്ടികളാണ്. ഈ കുട്ടികളെല്ലാവരും 100% പേരും ഈ സംഘടനയിൽ അംഗത്വമെടുത്ത് പ്രവർത്തിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള പരാതികളും പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
നമുക്ക് ഈ ആളുകളെ ഇതിൻ്റെ ഭാരവാഹികളായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഈ ചുരുങ്ങിയ നാളത്തെ പരിചയം മാത്രമേ സ്വാഭാവികമായിട്ടും ഉണ്ടാകുകയുള്ളൂ. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമോ മറ്റു കാര്യങ്ങളോ 17ഉം 18ഉം ഒക്കെ വയസ്സായ കുട്ടികളാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ നിന്നും സ്കൂള് കഴിഞ്ഞ് നമുക്ക് ഏൽപ്പിക്കാം. നമ്മൾ സംഘടനാപരമായിട്ട് ഈ വിവരം അറിഞ്ഞ നിമിഷത്തിൽ തന്നെ അവരെ നടപടിയെടുക്കുകയും സംഘടനയുടെ പ്രാഥമിക പുറത്താക്കുകയും ചെയ്യും. 17ഓ 18ഓ അല്ല, 20-21 വയസ്സുള്ള വിദ്യാർത്ഥികളാണ്, യുവാക്കളാണ്, കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടന്നിട്ടുള്ള ആളുകളാണ്. അവർ ചെയ്തിട്ടുള്ള ക്രൂരത താങ്കളും ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടാവും, ആ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ആവർത്തിച്ച് റാഗിങ്ങിന്റെ പേരിൽ മരണങ്ങൾ ഉണ്ടാകുന്ന ഒരു 15-16 വയസ്സുള്ള കുട്ടിയാണ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി കഴിഞ്ഞ ദിവസം എറണാകുളത്ത് മരിച്ചത്. ഒരു വലിയ പബ്ലിക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി. അവിടെ കുട്ടികൾ തമ്മിലുള്ള ചാറ്റ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇതാ ഇവിടെ ഇപ്പോൾ ഒരു നിലയ്ക്കുമുള്ള മനുഷ്യത്വമില്ലാതെ അതിഭീകരമായി ശാരീരിക പീഡനം ഏൽപ്പിക്കുകയാണ്. ഇതിങ്ങനെ നിരന്തരമായി അനുഷ്ഠാനം പോലെ തുടർന്ന് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? ശക്തമായ നിയമങ്ങളുണ്ട്, ഇടയ്ക്ക് ആക്ഷൻസ് ഉണ്ടാവാറുണ്ട്, പക്ഷേ എല്ലാം പഴയപടിയാണ്. അഭിലാഷ്, ഇതിനെ റാഗിങ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് തന്നെ ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇത് വളരെ കൃത്യമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള കാപാലികമായിട്ടുള്ള ഗുണ്ടായിസമാണ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. അഭിലാഷൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ റാഗിങ് എന്ന് പറയുന്നതിന് ഒരു പോസിറ്റീവ് എലിമെൻ്റ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഞാൻ 10-40 വർഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുകയും ഒരു വലിയ പ്രശസ്തമായ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ 5 വർഷം വാർഡനായിരിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ അന്നൊക്കെ റാഗിങ് എന്നൊക്കെ പറയുന്നത് നമ്മളറിയാം, ഫ്രഷേഴ്സ് ഡേ വരുന്ന സമയത്ത് സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിലൊന്ന് പരിചയപ്പെടുക, അല്ലെങ്കിൽ ഒന്ന് തമാശ പറയുക, ഒന്ന് കളിയാക്കുക എന്നതൊക്കെയാണ് യഥാർത്ഥത്തിൽ റാഗിങ് എന്ന പദം കൊണ്ട് നമ്മൾ വിവക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കോട്ടയത്ത് നടന്നതോ അല്ലെങ്കിൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്നതോ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അഭിലാഷം അറിഞ്ഞു എന്നാണ് എൻ്റെ വിചാരം, ഇന്നലെ കാര്യവട്ടം ഗവൺമെൻറ് കോളേജിൽ നടന്നതുമായ സംഭവങ്ങളെ ഒന്നും റാഗിങ് എന്ന് പറയുന്ന പദത്തിൽ നിർവചിക്കാൻ തന്നെ പാടില്ല എന്നുള്ളിടത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് വളരെ ശുദ്ധമായിട്ടുള്ള തെമ്മാടിത്തരമാണ്, ഇത് ശുദ്ധമായിട്ടുള്ള അക്രമമാണ്, മൃഗങ്ങളെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള കാപാലികമായ പൈശാചികമായ പ്രവർത്തനമാണ്. അഭിലാഷ് പറഞ്ഞതുപോലെ 20-21 വയസ്സ് പ്രായമുള്ള ആളുകളെ ഈ തരത്തിലേക്ക് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ കാര്യമായി എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നത് നാം കാണാതെ പോകരുത്. രണ്ടാമത്തെ കാര്യം, അഭിലാഷെ, നമ്മൾ കുറേ കാലങ്ങളായി ഈ പ്ലാറ്റ്ഫോമിൽ അഭിലാഷ് ഉൾപ്പെടെ ഈ വിഷയത്തെക്കുറിച്ച് പലവട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. പൂക്കോട് സംഭവത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഞാനൊന്ന് അഭിലാഷിനോട് ചോദിക്കട്ടെ, എൻ്റെ അറിവ് പരിമിതമാണെങ്കിൽ എന്നെ തിരുത്തണം. നാളിതുവരെ ഏതെങ്കിലും റാഗിങ് കേസിൽ പ്രതികളായി പിടിപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ ശിക്ഷിച്ചതായിട്ട് അഭിലാഷിന് അറിയാമോ? അന്വേഷണം നിരന്തരമായി നടക്കുന്നു. ഈ പൂക്കോട് നടന്ന സംഭവം നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ചതാണല്ലോ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് വന്നിട്ടുണ്ട്, അവർക്കെല്ലാം അതിൻ്റെ അനുഭവം അറിയാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ഇത് അഭിലാഷ് പറഞ്ഞതുപോലെ CBI അന്വേഷണത്തിൽ പോകുന്നു. സ്വാഭാവികമായി ഒരു കേസായി മാറിക്കഴിയുമ്പോൾ ഇതിൻ്റെ അന്ത്യം എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതിനകത്ത് പ്രതികളായി പിടിക്കപ്പെട്ട ഈ പൂക്കോട് സംഭവത്തിൽ ആ കുട്ടികളെ സംബന്ധിച്ച് യാതൊരു പ്രയാസവുമില്ല. അവർ കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ച് അവർ പരീക്ഷ എഴുതി, അവരിപ്പോൾ സീനിയർ വിദ്യാർത്ഥികളായി വളരെ സ്വതന്ത്രരായി അവർ നടക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താണ് അഭിലാഷേ? ഈ തരത്തിൽ എത്ര ഹീനമായ, ക്രൂരമായ, പൈശാചികമായ, മൃഗീയമായ സംഭവങ്ങൾ ചെയ്താൽ പോലും യാതൊന്നും അന്തിമമായി സംഭവിക്കുകയില്ല എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിൽ പരന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നിരന്തരമായി ആവർത്തിക്കുന്നത്. എൻ്റെ അഭിലാഷ, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുകയില്ല, ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ കേസിൽ, അതായത് പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥൻ മരിച്ച കേസിൽ വളരെ മാതൃകാപരമായ ശിക്ഷ, CBI കുറ്റപത്രം അനുസരിച്ച് വളരെ മാതൃകാപരമായ ശിക്ഷ വിചാരണ കോടതി നൽകട്ടെ, ആ ശിക്ഷ അനുഭവിക്കട്ടെ. തെറ്റുകാർ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് സമൂഹത്തിൽ ആവശ്യമുള്ള നീതിയാണ്. അവിടെ അതൊരു ഡിറ്ററൻ്റായി മാറട്ടെ, ഇനി എങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ ലക്ഷ്മണ പെരുമാൾ ഇന്ന് പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനം നടത്തി. ഇതുവരെ, അതായത് ഈ പരാതി ഉണ്ടാവുന്നതിന് വരെ കോളേജിന് യാതൊരു അറിവുമില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ 4 മാസമായി നടക്കുക, വാർഡൻ അറിഞ്ഞില്ല, ക്ലാസ് ടീച്ചർ അറിഞ്ഞില്ല, പ്രിൻസിപ്പൾ അറിഞ്ഞില്ല എന്നുള്ളത് എങ്ങനെയാണ് സംഭവിക്കുക? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പൈസ സീനിയേഴ്സ് വാങ്ങിച്ചിരുന്നു 1ാം വർഷ കുട്ടികളിൽ നിന്ന്, അവർക്ക് മദ്യം വാങ്ങാനായി എന്ന് പറയുന്നു. അത് കിട്ടാതെ വന്നാൽ അക്രമങ്ങൾ കൂടുമായിരുന്നു എന്ന് പറയുന്നു. ഈ ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പണം വാങ്ങുകയോ മറ്റോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ മകൻ? എന്താണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്?
ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പം അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ, ഇപ്പം നേരത്തെ കാലത്തല്ലോ, ഇപ്പോൾ ഓരോരോ വ്യക്തികളായുള്ള 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരുടെ അക്കൗണ്ടിൽ നമ്മളങ്ങ് പൈസ ഇടുകയാണ്, നമ്മളത് അവരുടെ കണക്കിനങ്ങ് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പിള്ളേരോട് ഇപ്പോൾ കൊച്ചു പിള്ളേരില്ല, ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് പോലും നമ്മൾ പൈസ കൂടെ കണക്ക് വയ്ക്കാറില്ല. അപ്പോൾ നമ്മൾ എത്ര രൂപ ചിലവാക്കും എന്നറിയത്തില്ല. ഈ ലാസ്റ്റ് ടൈം 2000 രൂപ വേണമെന്ന് പറഞ്ഞു, 2000 രൂപ കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് 1000 രൂപ ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ 1000 രൂപ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്, അവന് ചിലവിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അവസാനം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വാർത്ത കേൾക്കുന്നവർക്കും നേരിൽ കണ്ട ഈ സംഭവം അറിഞ്ഞവർക്ക് എല്ലാം അറിയാമല്ലോ. ഇത് ഈ ലോകത്ത് നടക്കാത്ത സംഭവമാണല്ലോ. ഈ കുട്ടികളെ എന്തുകൊണ്ട് പേടിച്ചെന്ന് പറഞ്ഞാൽ ആകപ്പാടെ 3 മാസം അല്ലെ 4 മാസമേ ഉള്ളൂ. ഇവരെത്ര കൊല്ലമായി? 3 കൊല്ലമായി. അടുത്ത കൊല്ലം ഇറങ്ങേണ്ടവരാ. അപ്പോൾ അവർക്കറിയാം. അത് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞതാണ്, ഇപ്പോഴും ഞാൻ പറയുന്നത്. ഇവർ വന്നപ്പോൾ തൊട്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഇവർ സീനിയറാണെന്ന് ഇവർക്കറിയാം. അപ്പോൾ കോളേജെ കുറിച്ച് വിസിറ്റ് ഇവർക്ക് അറിയത്തില്ല, കണ്ടും കേട്ട് കഴിയുള്ളൂ. അപ്പോൾ ഈ വന്നപ്പോഴേ പറഞ്ഞു, ഞങ്ങൾ ഇവിടുത്തെ സീനിയർ പിള്ളേരാണ്, ഞങ്ങൾ പറഞ്ഞ് കേൾക്കണം, നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരും. അപ്പോൾ പിള്ളേരെന്ത് ഓർക്കും, പിന്നെ ഓക്കെ എന്നാൽ ഇവർ സഹായം ചെയ്യും. അപ്പോൾ അങ്ങനെ പോളിഷ് ചെയ്ത് എടാ 5 രൂപ അതാ, പിന്നെ 10 പിന്നെ 100 പിന്നെ 200 പിന്നെ 500 പിന്നെ ഈ കൊടുക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കാ ഇവരുടെ തനി സ്വഭാവം കാണിച്ചു, വെട്ടുകയും കെട്ടിയിടുകയും. അപ്പോൾ ഇനി മേലെ പറഞ്ഞാൽ അടുത്ത കൊല്ലം ഞങ്ങൾ ഇറങ്ങും, നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കുത്തിക്കളയും, നിന്നെ കീറിക്കളയും, വീട്ടിൽ പറഞ്ഞാൽ നാളെ ജീവനോട് കാണുകയല്ല. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യും? ആകപ്പാടെ 4 മാസമേ ആയുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യും? പ്രിൻസിപ്പാളോട് പറയുമോ? പ്രിൻസിപ്പാളോട് പറഞ്ഞാൽ വേറെ ശിക്ഷ, ഇവർക്ക് ഇറക്കി വിടുന്നു പേടി. ടീച്ചറിനോട് പറഞ്ഞാൽ ടീച്ചർ പിന്നെ പുറത്ത് പറയും. രക്ഷകർത്താവോട് പറഞ്ഞാൽ പിന്നെ ഇവർക്ക് നാണം കേടാവും. അപ്പോൾ ഇവരെ കൊല്ലുക. അല്ല, ഇപ്പം നന്നായി ചെറുക്കൻ ലാസ്റ്റ് അവസാനം അവൻ ജീവനെ പേടിച്ചിട്ടാണ് പറഞ്ഞത്. അല്ലെ ഈ കുട്ടികൾ പറഞ്ഞില്ലെന്ന് വെച്ചോ, അപ്പോൾ എന്ത് ചെയ്യും? ഈ കുട്ടികൾ പറഞ്ഞില്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ അവസാനം ഘട്ടം ഞാൻ ഇപ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നത്, അവസാനം ഞാൻ ഈ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഈ സീനിയർ കുട്ടികൾ ഇവർ പിന്നെ ഞങ്ങൾ സീനിയർ പിള്ളേരാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട സഹായം തരാം എന്ന് പറഞ്ഞ് ഒരാഴ്ച സോപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? എടാ 5 രൂപ എന്ന് ചോദിച്ചു. സാർ 5 രൂപയല്ലേ, ഫോട്ടോ എന്ന് വിട്ടു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പോകുമ്പോൾ പിള്ളേർക്ക് സാധാരണ നമ്മൾ പഠിക്കുന്ന പിള്ളേർക്ക് എൻ്റെ ഈ 1000 രൂപ 2000 മൂവായിരം രൂപ കൊടുക്കും, അത് നിങ്ങൾ കയ്യിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ 500 ചോദിച്ചു, 500 അല്ല 100 ചോദിച്ചു. എടാ അടുത്ത ആഴ്ച തന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേർ എന്ത് ചെയ്തു? കൊടുത്തു. പിന്നെ 500 1000 ആയി. 1000 ആയപ്പോൾ പിന്നെ കൊടുക്കാൻ പറ്റാതെ വീട്ടിൽ പിന്നെ ചോദിക്കാൻ പറ്റാതെ കൊടുക്കാവുന്നപ്പോൾ കെട്ടിയിട്ടു. എടാ നീ ചോദിക്കടാന്ന് പറഞ്ഞു. ഇതിന് ശേഷം ഇപ്പൊ എന്തായാലും പരാതി ഇതുകൊണ്ട് നമ്മളിപ്പോ പിള്ളേരെ നമുക്ക് പറയാൻ പറ്റുമോ? അതേ പ്രിൻസിപ്പാളെ പറയാൻ പറ്റുമോ? അത് പറ്റില്ല. ക്ലാസ് ടീച്ചർ വിളിച്ചു പറഞ്ഞതിന് ശേഷം മകനോട് സംസാരിച്ചല്ലോ. അപ്പോ എന്തൊക്കെയാണ് പറഞ്ഞത്? ആ വീഡിയോ കണ്ടാൽ പേടിയാവും. എന്നോട് സംസാരിച്ചു. അപ്പോ ഈ ഇതൊക്കെ അതായത് നേരത്തെ മുതലേ സ്ഥിതിയായിപ്പോയി. അതെ, അല്ല ഈ ഒരു ദിവസം സംഭവിച്ചതാണോ അതോ നേരത്തെ മുതലേ 4 മാസമായിട്ട് ഈ കോമ്പസ് കൊണ്ട് കുത്തലും ഡമ്പൽ എടുത്ത് വെക്കലും ഒക്കെ പതിവാണോ? 4 മാസമായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോവുകയാണ്. ഈ 4 മാസമായിട്ട് മുന്നോട്ട് തന്നെ പോവാണ്. ഈ പിടിച്ച 5 പിള്ളേരും കുറ്റം സമ്മതിച്ചല്ലോ. ഇവർ സ്റ്റേഷനിൽ പോയപ്പോഴും ഇവർ പറഞ്ഞിട്ടുള്ള, ഞാൻ പോലീസുകാരോട് സംസാരിച്ചു, ഈ പേരോട് ഒറ്റ ചോദ്യത്തിനെ പറഞ്ഞു, അതെ ഞങ്ങൾ സീനിയർ പിള്ളേരാ, ഇവിടെ പൈസ സത്യമാണെന്ന് പറഞ്ഞല്ലോ. ഇവർ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്ത സത്യമാണല്ലോ. അവർ പിള്ളേരെ പിന്നെ പ്രിൻസിപ്പാളോടും ടീച്ചറോട് ചോദിച്ചാൽ ഇവർ പുറത്തിറങ്ങാനില്ല, ജൂനിയർ പിള്ളേരല്ലേ, ആകപ്പാടെ 4 മാസമേ ഉള്ളൂ. ഇവർ ഞായറാഴ്ച ദിവസം മാത്രമേ പിന്നെ കിടന്നു ഉറങ്ങുക, ഞായറാഴ്ച നമ്മൾ എപ്പോഴും വെച്ചാലും കിടന്നു ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച രാത്രി ഇവന്മാരുടെ പരിപാടി തുടങ്ങും. 8 മണിക്ക് പിന്നെ പിള്ളേർ രാവിലെ എഴുന്നേക്കുന്ന 12 മണിക്ക് 1 മണിക്കാണ് ഈ പിന്നെ നമ്മുടെ പിള്ളേർ എഴുന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ രാത്രി ഇവന്മാരെ പരിപാടി തുടങ്ങും. ഇത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ എന്നും പോയി ചോദിക്കാൻ പറ്റുമോ? ഈ 4 മാസത്തിൻ്റെ ഇടയ്ക്ക് ആകെപ്പാടെ ഈ ക്രിസ്മസ് സമയം മാത്രമേ ചെറുക്കൻ വീട്ടിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവർ ഈ ജയിലിൽ കിടന്നാൽ പോലും അവർക്ക് പിന്നെ വെളിയിൽ പോയി ഒന്ന് മൂത്രമൊഴിച്ചോ എന്തെങ്കിലും പോയാലുള്ള സൗകര്യമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈ സീനിയർ പിള്ളേർ ഇവർ അണ്ടറിൽ വെച്ചിരിക്കുക. 8 മണി കഴിഞ്ഞാൽ ഇവർ പിന്നെ ജീവൻ പോകുമെന്ന് പറഞ്ഞ് പേടിച്ചിരുന്നിട്ടാ ഈ അടി കൊണ്ട് സഹികെട്ട് തീരെ നിവൃത്തികേട് കൊണ്ട് അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം അറിയാലോ. അത് നമ്മളായിട്ട് പറയണ്ടല്ലോ. അപ്പോൾ അവർ സഹികെട്ടായി ഈ പിള്ളേർ പറഞ്ഞത് പുറത്ത് ടീച്ചറിനോട് പറഞ്ഞത്. ടീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല. ടീച്ചർ ആക്ഷൻ എടുത്തെന്ന് പറഞ്ഞാൽ ആ ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും മേളിലുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരോട് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ആക്ഷൻ എടുത്തത്. ഇത് പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഈ കുണ്ട കാണിച്ചതാണ്. അല്ലാതെ ഈ പിള്ളേരെ പിന്നെ 3 കൊല്ലം 4 കൊല്ലം പഠിച്ച പിള്ളേർക്ക് വിവരമില്ലേ? ഇവരെ ഈ പറഞ്ഞോടൊക്കെ പിന്നെ ഈ കന്നുകാലിയുടെ സ്വഭാവമാണോ ഇവർ കാണിക്കുന്നത്? ഇവർക്ക് ഞാൻ പറയുന്നത് സർക്കാരായാലും ശരി, രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, ഇവർക്ക് ഈ പറഞ്ഞ കണക്ക് ഈ പരീക്ഷ എഴുതുക, അല്ലെ പിന്നെ 3 മാസം സസ്പെൻഡ് ചെയ്യുക, വീട്ടിൽ പോവുക, പിന്നെ കോടതിയിൽ പോയി വക്കീലെ പിടിക്കുക, ജാമ്യം എടുക്കുക, ജാമ്യം എടുത്ത് പിന്നെ വീണ്ടും അവർ കൊടുക്കുക. പിന്നെ ഞങ്ങൾക്കും അത് ജീവനെ പേടിയുക, പിള്ളേർക്കും ജീവനെ പേടിയുക. നാളെ വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർ, ഈ പറഞ്ഞ ഇവരെ മതക്കാരെ, ഏത് മതത്തിലും നമുക്ക് ഇവർക്ക്
ശരിയാണ്, ഞാൻ അതിനോട് യോജിക്കാണ്. ശ്രീ ജാസ്മിൻ ഷാ, ഇപ്പോൾ നഴ്സുമാരെ കുറിച്ച് സർട്ടിഫിക്കറ്റ് 5 പേർക്കേലും ഇന്ത്യ ഭരണഘടന ഇതായിട്ട് ഇവർക്ക് 5 പേർക്ക് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുക. ഇത് കണ്ട് മറ്റുള്ളവർ പഠിക്കണം, ഇനി മേലാൽ ഇത് വരത്തില്ലെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അവർ നാളെ ജാമ്യം എടുക്കും. നാളെ ജാമ്യം എടുത്ത് അടുത്ത പണി തുടങ്ങും. ഇത് ഹോസ്റ്റലിൽ വന്ന് എഴുതും. നാളെ എൻ്റെ പിള്ളേർക്ക്, ഈ പറഞ്ഞ പിള്ളേർക്കോ ഞാൻ കിടക്കുന്ന ഇടിക്കാൻ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആര് സമാനം പറയും? ശരിയാണ്, ശരിയാണ്. ശ്രീ ജാസ്മിൻ ഷാ, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് രാഷ്ട്രീയമായാലും ഏതായാലും രാഷ്ട്രീയം നോക്കാതെ ഞാൻ സർക്കാരിനോട് പറഞ്ഞ ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ഇത് സർക്കാർ മുന്നെടുത്ത് ഇവരെ ശിക്ഷ കൊടുക്കുന്ന വേണം എൻ്റെ ഇത്. മനസ്സിലായി. ശരിയാണ്, ശരി, ഓക്കെ. ശ്രീ ജാസ്മിൻ ഷാ, ഇതിപ്പോ നമ്മൾ മാലാഖമാർ എന്നൊക്കെ നഴ്സുമാരെ കുറിച്ച് വിശേഷിപ്പിക്കാറുണ്ട്. അവർ ചെയ്യുന്ന സേവനങ്ങൾക്കാണ്. ഇവിടെ ഇപ്പോൾ നഴ്സിംഗ് 3-ാം വർഷ വിദ്യാർത്ഥികൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ കണ്ടാൽ ഒരു മനുഷ്യന്റെ ശരീരം ഇതുപോലെ കുത്തി കീറുക, ശരീരത്തെ അത്രമേൽ പീഡിപ്പിക്കുക, കരയുമ്പോൾ വായിൽ ലോഷൻ ഒഴിച്ചു കൊടുക്കുക, മുറിവിൽ ലോഷൻ ഒഴിച്ചു കൊടുക്കുക, ഇങ്ങനെ മനുഷ്യമൃഗങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടി വരുന്ന അത്രയും അതിഭീകരമായ കുറ്റകൃത്യമാണ് നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് നഴ്സിംഗ് സംഘടനകൾ കൂടി ആലോചിക്കണ്ടേ? ഒരു തരത്തിലുള്ള മനുഷ്യത്വവും ഇല്ലാതെ എങ്ങനെയാണ് ഇവർ ഈ പ്രൊഫഷനിലേക്ക് വരിക? തീർച്ചയായിട്ടും അങ്ങേയറ്റം പൈശാചികവും ക്രൂരവുമായ നടപടിയാണ് ഈ കോളേജ് ഓഫ് നഴ്സിംഗിലെ അല്ലെ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അവരൊരിക്കലും നഴ്സുമാരാവാൻ യോഗ്യരല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനയുടെയും ഞങ്ങളുടെ എല്ലാം വ്യക്തിപരമായ അഭിപ്രായം. കാരണം നഴ്സിംഗ് എനിക്ക് തൊട്ടു മുന്നേ സംസാരിച്ച വ്യക്തി പറഞ്ഞ പോലെ എല്ലാ നഴ്സിംഗ് കോളേജുകളിലും ജൂനിയേഴ്സ് വരുമ്പോൾ ഒരു മീറ്റപ്പ് ഉണ്ടാവും, ഒരു ഫ്രഷേഴ്സ് ഡേ ഉണ്ടാവും, ഒരു മാന്യമായ പരിചയപ്പെടണം, അതിനുശേഷം ഒരു ടീം വർക്ക് പോലെ ഏറ്റവും ശക്തമായി സംഘടിതമായി ഒരുമിച്ച് പോവുക, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ വേദന തൻ്റെ കൂടെ പ്രശ്നമാണ് അല്ലെങ്കിൽ അങ്ങനെ പരിചരിക്കുന്നവരുടെ ഒരു കൂട്ടമാണ് നഴ്സുമാർ. അത്തരത്തിൽ പെട്ടൊരു മേഖലയിലേക്ക് ഇത്തരം സ്വഭാവ ക്രിമിനൽ മൈൻഡോടുകൂടി ഇവർ കടന്നു വരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. മാത്രമല്ല ആ കുട്ടി വേദനിക്കുന്നു ചേട്ടാ എന്ന് പറയുമ്പോൾ പോലും ചിരിക്കുന്ന, അവരെ ആ കുട്ടിക്കെതിരെ ആക്രോശിക്കുന്ന ഒരു നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. തീർച്ചയായും നഴ്സിംഗ് കൗൺസിലുകൾ പോലും ഇതിൽ നിലപാടെടുക്കണം. ഇവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കാൻ പാടുള്ളതല്ല. ഇവരെ നഴ്സിംഗ് കോഴ്സിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതടക്കമുള്ള നടപടികളായി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ സംഘടനാ നിലപാട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ നഴ്സിംഗ് മേഖലയിലുള്ള ഒരു പ്രശ്നം, ഇവിടെ സംഘടനാ പ്രവർത്തനം അനുവദനീയമല്ല. യഥാർത്ഥത്തിൽ ഇവിടെ പ്രിൻസിപ്പൽമാർ തീരുമാനിക്കുന്ന ഒരു സംഘടന കൊണ്ടുവരും. അത് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ SNA എന്ന് പറയുന്ന സംഘടന വരും, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ ഇതുപോലത്തെ KGSNA പോലുള്ള സംഘടന 100% അവർ മാത്രമേ പറ്റുള്ളൂ. മറ്റൊരു സംഘടന പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. അത് പ്രിൻസിപ്പാൾമാരായാലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റുകൾ തീരുമാനിക്കുന്ന ആളുകളെ മാത്രം പ്രവർത്തിപ്പിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ് നഴ്സിംഗ് രംഗത്ത് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പാളൊന്നും അറിയാതെ ഇത്രയും കാലം 3 മാസം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. കാരണം ഒരു നഴ്സിംഗ് കോളേജ് എടുത്താൽ ഇപ്പം നമ്മളൊക്കെ പഠിച്ച നഴ്സിംഗ് കോളേജ് ആയിക്കോട്ടെ, അവിടെയൊക്കെ വാർഡന്മാർ വരും. വാർഡന്മാർ ഒരു 9 മണി കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 10 മണി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കിയാൽ അവർ ഏതെങ്കിലും റൂമിൽ ലൈറ്റ് വയ്ക്കുകയോ ശബ്ദം കേട്ടാൽ അവർ പുറത്തിറങ്ങി വരും, അവർ സന്ദർശിക്കും, അപ്പോൾ അവർ എന്തെങ്കിലും കാര്യങ്ങളുടെ റിപ്പോർട്ട് ചെയ്യും. അതിങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു നടപടിക്രമമാണ്. പക്ഷേ ഇവിടെ 3 മാസമായി നിരന്തരമായി പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, അതുമാത്രമല്ല പണം മേടിക്കുന്നു, തുടർച്ചയായി മദ്യം മേടിക്കാനും മറ്റു പണം, ഇത് കൊള്ളയാണല്ലോ. റാഗിങ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റാഗിങ് എന്ന രീതിയിൽ ചെറിയ രീതിയിലൊക്കെ പണ്ട് പറഞ്ഞ പോലെ പോലെയും അല്ല, ഇതൊരു കൊള്ളയാണ്, ക്രിമിനൽ സംഘമാണ്. ഇത്തരം മൈൻഡുള്ള ആളുകളെ ഒന്നുകിൽ സൈക്കാട്രിക് ചികിത്സയ്ക്ക് വിധേയമാക്കണം. അവരെ അത്തരം ചികിത്സയ്ക്ക് ശേഷം മാത്രമേ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് പോലും ഇറക്കിവിടാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും ക്രിമിനലുകളുടെ പേക്കൂത്ത് എന്നൊക്കെ പറയാം. ശ്രീമതി ഷീബ ഇവിടെ ഉണ്ട്. ശ്രീമതി ഷീബ, ഒട്ടും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. എങ്കിലും മിഹിർ എന്ന് പറയുന്ന ഒരു കുട്ടി എറണാകുളത്ത് ഒരു പബ്ലിക് സ്കൂളിൽ, ജെംസ് പബ്ലിക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി മരിച്ചത് നമ്മൾ അറിഞ്ഞു. ഇതിപ്പോൾ ഈ കോളേജിലെ കുട്ടികൾ 5 പേർ ഇപ്പോൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അതിഭീകരമായ പീഡനമാണ് ഏറ്റുവാങ്ങിയത്. നേരത്തെ ശ്രീ ജയപ്രകാശ് പറഞ്ഞതുപോലെ ഭാഗ്യം കൊണ്ട് മരണം സംഭവിച്ചില്ല എന്ന് ആശ്വസിക്കാം എന്നുള്ളതേ ഉള്ളൂ. എത്ര നമ്മളൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ ഞെട്ടിയാലും വിഷമിച്ചാലും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് സങ്കടകരമാണല്ലോ. എന്താണ് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്? ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു, കുറച്ച് ഒരു ഭാഗം മാത്രം, കുറച്ച്. അത് ഇതുപോലെ ഒരു വീഡിയോ പുറത്ത് വരേണ്ടതായിരുന്നു. അതും 1 വർഷത്തിന് മുൻപേ പൂക്കോട് വെറ്റിനറി കോളേജിൽ നിന്ന്. അവൻ്റെ അലർച്ച കോളേജ് മുഴുവൻ കേട്ടിരുന്നു. അന്ന് ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചിരുന്നുവെങ്കിൽ. ഈ SFI ഗുണ്ടകൾ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്.
ആ കോളേജിൽ ഒരു സംഘടനയേ ഉള്ളൂ, വിദ്യാർത്ഥി സംഘടന SFIയുടെ. ഒരു അധ്യാപക സംഘടനയേ ഉള്ളൂ, അതും അനുകൂല സംഘടന. അപ്പോൾ ആരുടെ സംരക്ഷണയിലാണ് ഈ കുട്ടികൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടാകുന്നത്? ധൈര്യം ഉള്ളിടത്തോളം കാര്യം, അതായത് സംരക്ഷണം കൊടുക്കാം എന്ന ധൈര്യം ഉള്ളിടത്തോളം കാലം ഈ റാഗിങ് നടന്നുകൊണ്ടിരിക്കും. പിന്നെ സിദ്ധാർത്ഥന്മാരിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഈ കുട്ടിക്ക് അതും എന്തോ ഒരു ഭാഗ്യം അവരുടെ കുഞ്ഞിന് ജീവനോടെ കിട്ടി. ഈ കൊല്ലം നടത്തിയ മോനെ 3 ദിവസം കൊണ്ട് ക്രൂരമായി കൊന്നവർ എക്സാമിന് എഴുതാൻ തയ്യാറായി അവർ കോളേജിൽ കയറി. ഞങ്ങളുടെ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് അത് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ എക്സാം എഴുതും? എന്തുദ്ദേശിച്ചാണ് അവർ പ്രാക്ടിക്കലോ അല്ലെങ്കിൽ ക്ലിനിക്കോ ഒന്നുമില്ലാതെ എന്ത് രീതിയിലാണ് എക്സാം എഴുതാൻ അനുവാദം കൊടുത്തത്? പരീക്ഷ എഴുതാൻ ജയിക്കുന്നവരൊക്കെ ഉണ്ട്, അത് ഞങ്ങൾക്കറിയാം. ഇതിപ്പോൾ ഈ കോഴ്സുകളൊക്കെ എങ്ങനെ പറ്റും? അതാ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, അടുത്ത മണ്ണത്തിലോട്ട് അവരെ പോയി കയറി 1-2 ദിവസമാണെങ്കിലും ഒരു ക്ലാസ്സിൽ കയറി, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു, എന്നിട്ടാണ് അവരെ സ്റ്റേ ചെയ്ത് നമ്മൾ നിർത്തിയത്. അപ്പോൾ ആർക്കാണ് അവരെ തിരികെ കയറ്റാനുള്ള അത്യാവശ്യം? യൂണിവേഴ്സിറ്റിക്കാണോ? അപ്പോൾ അത്രയും ധൈര്യം ഉണ്ട്. ആ കുട്ടികൾക്ക് ധൈര്യം കൊടുക്കുന്നത് ആരാണോ? ഇനിയും റാഗിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനിയും റാഗിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാണ് ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ അമ്മ പറയുന്നത്. അതിലൊരു വലിയ വേദനയുണ്ട്. ഇവിടെ ശ്രീ ആർഷോ ഇതിനൊരു രാഷ്ട്രീയ വിമർശനമായിരിക്കണ്ട. ഇപ്പോൾ ആ കോളേജിൽ, അതായത് പൂക്കോട് വെറ്ററിനറി കോളേജിൽ ഏറ്റവും വലിയ സംഘടനയായി നിന്ന സംഘടന നിങ്ങളുടെ സംഘടനയാണെന്ന് മാത്രമല്ല അതിൻ്റെ യൂണിറ്റ് ഭാരവാഹികൾ ഈ ക്രിമിനൽ ആക്ടിൽ ഉൾപ്പെടുകയും ചെയ്തിരുന്നു. ആ മാതാപിതാക്കളുടെ വൈകാരികത സ്വാഭാവികമാണ്. ഇവിടെ KGNAയുടെ നേതാവ് തന്നെ പറഞ്ഞു, KGSNA 100% വിദ്യാർത്ഥികളും അതിൽ ഉള്ള ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി ആൻറ്റി റാഗിങ് സംവിധാനത്തിൻ്റെ തലപ്പത്തുള്ള ആളാണ് അതിലെ മുഖ്യപ്രതി. അപ്പോൾ ഇപ്പോൾ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ അയക്കുന്നത് അവരുടെ ഉയർന്ന അക്കാഡമിക് പെർഫോമൻസിന് വേണ്ടിയിട്ടാണല്ലോ. അവർ വലുതാവും എന്ന ആ വലിയ ആഗ്രഹത്തിലാണ്. അവർ മൃതദേഹങ്ങളായി തിരികെ വരുന്നത് ആർക്കാണ് സഹിക്കാൻ പറ്റുക? അവർ പീഡിപ്പിക്കപ്പെടുന്നത്, കുത്തിക്കീറപ്പെടുന്നത് ആർക്കാണ് സഹിക്കാൻ പറ്റുക? അതിലൊരു വലിയ വൈകാരിക അംശമുണ്ട്. അതിൽ കേവല രാഷ്ട്രീയം കാണേണ്ടതില്ല. ഇത് എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രശ്നം. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒരാളും ഒരു തരത്തിലുള്ള ആനുകൂല്യവും കിട്ടാത്തവരായി മാറിയാൽ, ഒരു സംരക്ഷണവും, ഇപ്പോൾ പരീക്ഷ എഴുതാനാവട്ടെ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാനാവട്ടെ, ഒരു തരത്തിലുള്ള സംരക്ഷണവും കിട്ടാതെ റാഗിങ്ങോ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളോ നടത്തിയാൽ അവർ ഒരു തരത്തിലുള്ള ദയയും കിട്ടാത്തവരാകും എന്ന് വന്നാലല്ലേ ഇത് അവസാനിക്കൂ. അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം. അതല്ലാതെ ഏത് സംഘടന എങ്ങനെ ചെയ്തു എന്നുള്ളതല്ല. ശ്രീ അഭിലാഷ്, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്, ഒരു വിദ്യാർത്ഥിയും റാഗ് ചെയ്യപ്പെടരുത് എന്നുള്ളതാണ് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചർച്ചയുൾപ്പെടെ അതിനുവേണ്ടി ആയിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി അല്ലാത്ത നിലയിലേക്ക് ഈ ചർച്ച വഴിതിരിഞ്ഞ ഘട്ടത്തിലാണ് ഞാൻ അഭിലാഷ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ചർച്ച ഏത് നിലയിലായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അതല്ലാതാകുന്ന ഘട്ടത്തിൽ ഇതിനകത്ത് എല്ലാ വൈകാരിക തലങ്ങളെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളുകളെ ഞങ്ങൾ, അതിനെയൊക്കെ ആ നിലയ്ക്ക് തന്നെ മാനിച്ച ആളുകളെ ഞങ്ങൾ. ഒരു വ്യക്തിക്കെങ്കിലും, ഇപ്പം അഭിലാഷ് പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ച അഭിലാഷ് ചോദ്യത്തിൽ ഉന്നയിച്ചതുപോലെ തന്നെ ഈ പൂക്കോട് ക്യാമ്പസിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച സംഘടനയാണോ SFI? ഞങ്ങളിൽ പെട്ടവർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരെ എടുത്ത് പുറത്തു കളയുന്നതിന് വേണ്ടിയും ഈ ഘട്ടത്തിലും അതിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളും ശിക്ഷിക്കപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ആ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. അവരാണ് സൂചിപ്പിച്ചല്ലോ, അവർക്ക് പരീക്ഷ എഴുതാൻ ആരാ പിന്തുണ കൊടുത്തത്? അവർക്ക് ക്ലാസ്സിൽ പോയിരിക്കാൻ ആരാ പിന്തുണ കൊടുത്തത്? കോടതി ഉത്തരവിന്റെ ബലത്തിലല്ലേ അവർ ഈ പറഞ്ഞ പോലെ തുടർന്ന് പഠിക്കുന്ന സാഹചര്യം ഉണ്ടായത്? നിലവിൽ കോടതി തന്നെ അത് സ്റ്റേ ചെയ്തു. ഞങ്ങളാണോ ഹർജി ഫയൽ ചെയ്തത്? അല്ലെങ്കിൽ അവർക്ക് നിയമസഹായം നൽകിയത് ഞങ്ങളാണോ? അല്ലല്ലോ. ഒരാളെയും സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. ആത്മാർത്ഥമായി തന്നെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ദയവായി അഭിലാഷി ചർച്ച ദയവായി അഭിലാഷ് എനിക്ക് സംസാരിക്കണം. അങ്ങയുടെ ചർച്ചയിൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല. ശ്രീ അഭിലാഷ്,
അല്ല അങ്ങനെയല്ല. ഇതിലെ ആർഷോ ഇതിലൊരു ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ വിഷയമായി കാണേണ്ടതില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി കാണേണ്ടതില്ല. ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി കാണേണ്ടതില്ല. അപ്പുറത്തിരിക്കുന്നത് അല്ല ഞാൻ സംരക്ഷിച്ചില്ല എന്ന് പറയും. അതിനകത്തുള്ള പരിമിതി അങ്ങേക്ക് അറിയാം, ബോധ്യമുണ്ട്, പോലെ അങ്ങ് കരുതിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ഇവിടെ നമ്മൾ കാണേണ്ടത് ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി ഇപ്പോൾ എടുക്കേണ്ടതില്ല. അതല്ലല്ലോ വിഷയം. മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ പറയാനുള്ള കാര്യങ്ങൾ മാതൃഭൂമിക്ക് ആവശ്യമല്ല. ഇതിപ്പം അവന് അഭിലാഷിനും മാതൃഭൂമിക്കും വ്യൂവർഷിപ്പിന് വേണ്ടി ഇതായിരിക്കും ആവശ്യം. സാമൂഹ്യ വിഷയമല്ലേ? കേരളത്തിൽ റാഗിംഗ് പേരിൽ ഒരുപാട് ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ് വ്യൂവർഷിപ്പിന്റെ വിഷയമാവുക? ഇതൊരു സാമൂഹിക വിഷയമാണ്. ആശോ കേൾക്കൂ, കേൾക്കാനല്ലേ മനസ്സിലാവും. ശരി, രണ്ടുപേരും കേൾക്കൂ. ആ ആംഗിളിൽ ഈ സാമൂഹിക വിഷയമല്ലേ? ഉന്മൂലനം ചെയ്യണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ചർച്ചയുടെ ഇതൊരു സാമൂഹിക വിഷയമല്ലേ? നമ്മുടെ ചർച്ചയുടെ ഉദ്ദേശമായിരിക്കണം. അഭിലാഷിന്റെ മാതൃഭൂമിയുടെ ഉദ്ദേശമല്ല. അതെങ്ങനെയാണ് അങ്ങനെ ജഡ്ജ് ചെയ്യാറ്? ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ റാഗിങ്ങിനെ തുടർന്ന് കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട റാഗിംഗ് മരണത്തിന്റെ കാര്യം അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ പിതാവ്, ആ കുട്ടിയുടെ മാതാപിതാക്കൾ സ്വാഭാവികമായും വീണ്ടും ഒരു റാഗിംഗ് വരുമ്പോ അവർക്ക് സംസാരിക്കാനുള്ളത് കേരളം കേൾക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികതയല്ലേ? പറഞ്ഞുകൊള്ളട്ടെ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? അദ്ദേഹത്തോട് ഈ വിഷയത്തിനകത്ത് ഞാനും അദ്ദേഹവും തമ്മിലുള്ള ഒരു വാക്ക് തർക്കാക്കി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വേണ്ട. അപ്പൊ അതുകൊണ്ട് ആർഷോ പറയാനുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കും. ഞാൻ അടുത്ത ആളിലേക്ക് പോവാം. ആ നിലയ്ക്കല്ലേ ചർച്ച നടന്നത്? ഇതിൽ അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇടയിൽ കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയല്ല ഈ ചർച്ച പോകേണ്ടത്. അങ്ങനെ ഒരു ഇതര സംഘടനയിൽപ്പെട്ട ഒരാളോട് കലഹിക്കുന്നത് പോലെ എന്താ പറയാ ബഹളം ഉണ്ടാവുന്നത് പോലെ ഉണ്ടാക്കേണ്ട ഒരാളല്ല അദ്ദേഹം. ചർച്ചയിൽ തുടരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയല്ല ഇത് പോകേണ്ടത്. അങ്ങനെ പോകണം എന്ന നിലയിലേക്ക് അഭിലാഷ് താല്പര്യമുള്ളത് കൊണ്ടാണ് ഈ തർക്കം ഉണ്ടാകുമ്പോൾ അഭിലാഷ് അതിനകത്ത് ഇടപെടാതിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ആർഷോ പറഞ്ഞ ഉടനെ അദ്ദേഹത്തിന് ഞാൻ മൈക്ക് കൊടുത്താൽ പോരെ? അതിനുശേഷം വീണ്ടും ആർഷോയ്ക്ക് മൈക്ക് തന്നാ പോരെ? അങ്ങനെയല്ലല്ലോ ഈ ചർച്ച പോയത്. ആർഷോ ചർച്ചയിൽ പങ്കെടുത്താൽ അഭിലാഷ് ഞാൻ ഈ ചർച്ചയിൽ ഞാൻ 2 തവണ സംസാരിച്ചു. 2 തവണയാണ് എനിക്ക് അവസരം ലഭിച്ചത്. ആ അവസരത്തിലൊക്കെ ഇദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലേ. എനിക്കൊരു ഇതര സംഘടന കാണിക്കുന്നില്ലല്ലോ. രണ്ടുപേരുടെ എല്ലാവരുടെ ഈ ചർച്ചയിലെ എല്ലാ ആളുകളുടെയും പക്ഷപാതിത്വത്തിന്റെ പ്രശ്നമല്ല അഭിലാഷ്. അഭിലാഷ് അത് മനസ്സിലാവാത്തത് കൊണ്ടല്ല. അല്ല, ഇവിടുത്തെ പ്രശ്നം ആർഷോ, ഇവിടുത്തെ പ്രശ്നം വളരെ വ്യക്തമാണ്. കേരളത്തിലുകാരനോടോ യൂത്ത് കോൺഗ്രസ്സുകാരനോടോ ചർച്ചയിൽ തർക്കിക്കുന്നത് പോലെ തർക്കിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ ചെയ്യേണ്ട കാര്യം. എന്റെ ചോദ്യം, നമുക്ക് ഞാൻ സംസാരിക്കാതെ ഇരിക്കാം. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പോയിന്റ് എന്താണ്? ഇതുപോലെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളുകൾക്ക് വിദ്യാർത്ഥികൾ എന്ന പരിഗണനയോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രിവിലേജോ ഉണ്ടാകാൻ പാടില്ല. ക്രിമിനലുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നോ അങ്ങനെ തന്നെ നിയമ സംവിധാനം കൈകാര്യം ചെയ്താൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതാണ് പോയിന്റ്. അതല്ലാതെ മറ്റ് രാഷ്ട്രീയ തർക്ക വിതർക്കങ്ങളല്ല ഇവിടുത്തെ പ്രശ്നം. ഏത് രാഷ്ട്രീയക്കാരനോ ആയിക്കൊള്ളട്ടെ, ഒരു കാരണവശാലും ഇതുപോലെയുള്ള പ്രതികൾക്ക് മറ്റ് പരിഗണനകൾ കിട്ടാൻ പാടില്ല. അങ്ങനെ കിട്ടിയതിന്റെ ഒരു അനുഭവം നമ്മുടെ മുൻപിൽ ഉണ്ടോ? അപ്പൊ അദ്ദേഹം ഉൾപ്പെടെ നേരെ സൂചിപ്പിച്ച് ഞങ്ങൾ എന്തോ സംരക്ഷിച്ചു എന്നുള്ളതാണല്ലോ, ഞങ്ങൾ എന്തോ പിന്തുണ കൊടുത്തു എന്നുള്ളതാണല്ലോ. അങ്ങനെ ഞങ്ങൾ സംരക്ഷിച്ചതിന്റെ, ഞങ്ങൾ പിന്തുണ കൊടുത്തതിന്റെ ഒരു അനുഭവം ഉണ്ടോ? ഇല്ല. ശരി, ഇതിനകത്ത് ഇതിന്റെ വൈകാരിക തലത്തെ മുതലെടുക്കുന്ന നിലയിലേക്ക് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടെ ഇടപെടരുത് എന്നുള്ളതാണ്. വീണ്ടും ഇത് തുടരുകയാണ്. കേവല തർക്കത്തിലേക്ക് കൊണ്ടുപോകേണ്ട വിഷയമേ അല്ല ഇത്. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ ലക്ഷ്മണ പെരുമാൾ, ഇവിടെ ഇപ്പോ കേസിന്റെ അന്വേഷണം നടക്കുകയാണ്. 5 പേരും റിമാൻഡിലായിട്ടുണ്ട്. കൃത്യമായി ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ ക്രിമിനലുകൾ ഒരു കാലവിളംബവുമില്ലാതെ ശിക്ഷിക്കപ്പെടും എന്ന ആത്മവിശ്വാസമാണോ ഇപ്പോൾ താങ്കൾക്കുള്ളത്?
ഇപ്പം എന്നെ സംബന്ധിച്ചാൽ ഇത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞതും ലാസ്റ്റ് പറയുന്നതും. ഞാൻ പറയുന്നത് ഇവർക്ക് 100% ശിക്ഷ വേയിച്ചു കൊടുക്കുകയും ഇവർ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യണം. എന്നാൽ ഈ നേരത്തെ പറഞ്ഞ കണക്ക് ഒരാൾ കുറ്റം ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് ജാമ്യം വന്നു, പിന്നെ അവരെ പരീക്ഷ എഴുതി ജയിച്ചാൽ പിന്നെ ഇത് കേരളമല്ല പൂരെ ഇന്ത്യൻ രാഷ്ട്രീയം നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. എന്തുകൊണ്ട് ഇത് പിന്നെ സർക്കാർ ഇടപെട്ട് ഇവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കാനിൽ പിന്നെ ഇനി അടുത്ത തലമുറയ്ക്കും പഠിച്ചോളും. ഞാൻ അത് മാത്രമേ ലാസ്റ്റും അവസാനവും പകുതിക്കും ഞാൻ പറയുന്നത്. ഇവരെ ഏതൊരു കാരണം വെച്ചാലും പരീക്ഷ എഴുതിപ്പിക്കരുത്, ഇവരെ സിലബസാക്കി തന്നെ വിടണമെന്ന എൻ്റെ താല്പര്യം. എൻ്റെ ഇതും ഞാൻ എല്ലാവരോടും സർക്കാരിനോടും എല്ലാവരോടും എല്ലാവരോടും ഞാൻ പറയുന്നത് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, ശ്രീ പ്രൊഫസർ ജോർജ്, ഇവിടെ ഇപ്പോൾ കുട്ടികളാണ് എന്ന പരിഗണന ഇത്തരം കേസുകളിലൊക്കെ കോടതിയും കൊടുക്കാറുണ്ട്. അവർക്ക് പരീക്ഷ എഴുതാൻ, ശരിയാണ്, അവരുടെ ഭാവി എന്നുള്ളത് ക്രിമിനലുകളെ സംബന്ധിച്ചും അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഇത് പക്ഷേ ഈ ഡിറ്ററൻറ്റ് പണിഷ്മെൻറ്റ് ഇല്ലാത്തത് പലപ്പോഴും, താങ്കൾ തന്നെ നേരത്തെ ചോദിച്ചു ആരാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതെന്ന്, ഇത് ഇത്രയൊക്കെ ഉള്ളൂ, റാഗിങ് ചെയ്താലും ഇത്രയൊക്കെ ഉള്ളൂ എന്ന ഒരു ചിന്ത വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ വരാൻ കാരണമായിട്ടുണ്ടോ താങ്കളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്? അഭിലാഷ്, ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. ഇതിനേക്കാൾ വളരെ ഹീനമായ കൃത്യങ്ങൾ ചെയ്തിട്ടുള്ള നിരവധി സംഭവങ്ങളിൽ ഉൾപ്പെട്ടതായ പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്നവരാരും തന്നെ നാളിതുവരെ കോളേജുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു പരമമായ യാഥാർത്ഥ്യം കാണണം. ഞാനും അഭിലാഷൻ ഇവിടെ താമസിക്കുന്നതിൻ്റെ മൂക്കിന് താഴെ പിച്ചാത്തി കൊണ്ടും കടാര കൊണ്ടും ഇതുപോലെ ചാപ്പ കുത്തിയതായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ അടുത്ത സമയത്തല്ലേ ഒരു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ സ്വന്തം സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികളെ വളരെ ക്രൂരമായി മർദ്ദിച്ച സംഭവം നമ്മൾ ചർച്ച ചെയ്തതല്ലേ? അതിൽപ്പെട്ട പ്രതികൾ എന്ത് ശിക്ഷയാണ് കൊടുത്തത്? അവരിപ്പോഴും കോളേജിൽ വിദ്യാർത്ഥികളായി സംഘടനയുടെ നേതാക്കന്മാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിലാഷേ. അങ്ങനെ വരുമ്പോൾ ഈ തരം മാതൃകകളാണ് നമ്മുടെ മുൻപിലുള്ളതെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ഇത് ഒരു കാരണവശാലും അവസാനിക്കാൻ പോകുന്നില്ല. അഭിലാഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേസുകളുടെ പട്ടികയിൽ ഒരു കേസ് കൂടായി കിടക്കും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളോടുള്ള ഒരു സൗമനസ്യം കൊണ്ട് കോടതി പോലും ഒരുപക്ഷെ ഈ പറയുന്ന ഈ 5 പേരെ തുടർ പഠനത്തിന് അനുവദിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. കേസ് ഏതാണ്ട് അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കും. യാതൊരു തരത്തിലുള്ള മാറ്റവും സാമൂഹ്യമായി വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത അനധിവിദൂരമാണ് എന്നാണ് ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ സുബ്രഹ്മണ്യൻ, അവസാനമായി ഈ പ്രതികളെ സംരക്ഷിക്കാനും ഇവരുടെ വക്കാലത്തെടുക്കാനും ഇവർക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്താനും ഇവരുടെ അക്കാഡമിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാനും ഒക്കെ നിങ്ങളുടെ സംഘടന ഇറങ്ങുമോ? കാര്യം ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്, ഈ ക്രിമിനലുകളായിട്ടുള്ള ഈ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയിട്ടുള്ള ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ഈ വിവരം അറിഞ്ഞ നിമിഷത്തിൽ തന്നെ സംഘടനയിൽ നിന്ന് ഞങ്ങൾ അവരെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ഇരകളാക്കപ്പെട്ട കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഒപ്പമാണ്. ഇവിടെ ഒരു കുട്ടിയുടെ പിതാവ് ഇരിക്കുന്നുണ്ട്. അച്ഛനമ്മമാരുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാനിവിടെ ഈ വിഷയത്തെ കാണുന്നത്. ആ നിലയിൽ തന്നെ ഞങ്ങളെ സംഘടന അക്കാര്യത്തിൽ ഇടപെടുകയുള്ളൂ. തീർച്ചയായും എന്തായാലും മാതൃകാപരമായ ശിക്ഷ ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. മാതൃകാപരമായ ശിക്ഷ ഉണ്ടായില്ലെങ്കിൽ ഇതുപോലെയുള്ള പേക്കൂത്തുകൾ, അതിക്രമങ്ങൾ ആവർത്തിക്കും. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.